പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയുടെ മാന്യ പ്രേക്ഷകർക്ക് വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരുമിച്ച് അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിലെ നല്ല അനുഭവങ്ങളും ഓർമ്മക്കുറിപ്പുകളും ദൈവനാമ മഹത്വം കൊണ്ട് പങ്കുവയ്ക്കുന്നതിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി ഡോക്ടർ ധന്യ വിനോദ് ആണ്. കർത്താവിൻ്റെ ദാസിയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമ്മോടൊപ്പം പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് ഏവർക്കും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ കേൾക്കാം. ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ നാം എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസി ഡോക്ടർ ധന്യ വിനോദിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തോളുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്ററേ. പ്രൈസ് ലോർഡ് പാസ്റ്ററേ. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ദാസി അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്ന കുടുംബാംഗങ്ങളെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? ഓക്കെ പാസ്റ്ററെ, ഞാൻ അടിമാലി, ഇടുക്കി ജില്ലയിലെ അടിമാലിയിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഞാൻ ഹസ്ബൻഡ് പാസ്റ്റർ വി എസ് വിനോദ്, അദ്ദേഹം കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ഇവിടെ 2 മക്കളുണ്ട്, 2 ആൺമക്കളാണ്. അവർ +1ഉം 9th പഠിക്കുന്നു. ഇടുക്കി ജില്ലയിലെ അടിമാലിയിൽ വള്ളപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ ആയിരിക്കുന്നത്. AG-യുടെ അനുബന്ധിച്ചുള്ള സുവിശേഷ വേലയിൽ ആയിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ ദാസിയെ പരിചയപ്പെടുത്തിയാൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം തുടർമാനമായി സംസാരിക്കുന്നതിനുള്ള അവസരമാണ്. നമ്മളെല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസിക്ക് തുടർന്ന് സംസാരിക്കും. താങ്ക് യു പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. അരോമ ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിലുള്ള എന്റെ സ്നേഹവും വന്ദനവും ആദ്യമേ അറിയിച്ചു കൊള്ളട്ടെ. അതുപോലെ തന്നെ എന്നെ ഈ അരോമ ടി വിയിലേക്ക് ക്ഷണിച്ച അതിന്റെ മെയിൻ ചുമതലക്കാരനായിരിക്കുന്ന പാസ്റ്റർ ജോൺ ദാനിയലിനുള്ള നന്ദിയും വന്ദനവും ഇത്തരണത്തിൽ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ എന്നെ ഇതിനു വേണ്ടി ഡയറക്ട് ചെയ്ത സിസ്റ്റർ ജിജി അൽദോസിനെയും ഈ അവസരത്തെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവം ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇതിനേക്കാളെല്ലാം ഉപരിയായിട്ട് ഇപ്രകാരം ഒരു അവസരം തന്ന സ്വർഗത്തിലെ വലിയവനായ ദൈവത്തിന് നന്ദിയോടെ മഹത്വം കരയേറ്റുന്നു. ഇപ്രകാരം ഒരു അവസരം ദൈവം തന്നതിനായി പിന്നെയും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ ചെറുപ്പകാലം, എന്റെ പേരെന്ന് പറഞ്ഞ ഡോക്ടർ ധന്യ പി നാരായണൻ എന്നാണ് ഒഫീഷ്യൽ നെയിം. ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഏവർക്കും അറിയാം ഞാൻ ഒരിക്കലും ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലല്ല ജനിച്ചു വളർത്തപ്പെട്ടത്. യേശുവിനെ അറിയാൻ യാതൊരു സാധ്യതയും ഇല്ലാതിരുന്ന ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ട, ഒരു ഹൈന്ദവ നായർ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട വ്യക്തിയാണ് ഞാൻ. എന്റെ 22ാം വയസ്സ് വരെയും ഞാൻ ആ ആചാരാനുഷ്ഠാനങ്ങൾ ജീവിച്ചിരുന്നു. എന്റെ ചെറുപ്പകാലം പറയുവാണെങ്കിൽ ഒരിക്കൽ പോലും ഒരു സമാധാനം ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല. സമാധാനം എന്തെന്ന് അറിയാൻ ഞാൻ കൊതിച്ചിട്ടുണ്ട്. അതേപോലെ സമാധാനമില്ലാത്തൊരു അന്തരീക്ഷമാണ് എന്റെ വീട്ടിലുണ്ടായിരുന്നത്. പുറമേ നിന്ന് നോക്കിയ എല്ലാ കാര്യങ്ങളും എല്ലാം ഉണ്ടെന്ന് എല്ലാവർക്കും തോന്നാമെങ്കിലും പക്ഷെ വീടിനകത്ത്, എന്റെ ഹൃദയത്തിനകത്ത് ഒരു സമാധാനം ഞാൻ അനുഭവിച്ചിട്ടില്ല. ഈ സമാധാനം തരാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടോ എന്നുള്ളതായിരുന്നു എന്റെ ചെറുപ്പകാലത്തിലെ ഏറ്റവും വലിയ ചിന്ത. ഞാൻ ഇങ്ങനെ എല്ലാ തരത്തിലും ആ ആചാരാനുഷ്ഠാനങ്ങളുടെ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്തു പോന്നിരുന്ന വ്യക്തിയാണെങ്കിലും ഞാൻ ഇപ്രകാരം ചിന്തിക്കുമായിരുന്നു, ദൈവമുണ്ടോ? ആരാ ദൈവം? ജീവിക്കുന്ന ഒരു ദൈവമുണ്ടോ? വാസ്തവമായി ജീവിക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ എന്റെ പ്രാർത്ഥനകൾക്ക് എന്തുകൊണ്ടും മറുപടി കിട്ടുന്നില്ല. അതായിരുന്നു എന്റെ ഏറ്റവും കൂടുതലായിട്ടുള്ള എന്റെ ചിന്ത. ഞാൻ ജനിച്ചത് എറണാകുളം ജില്ലയിലെ പുത്തൻകുരിശ് എന്ന് പറയുന്ന സ്ഥലത്താണ്. എന്റെ മാതാവും പിതാവും, എന്റെ പിതാവ് ഒരു ചെറിയ സർവേയർ ആയിരുന്നു. ഞങ്ങള് കൃഷി കാര്യങ്ങളെല്ലാം ഉണ്ട്. എനിക്കൊരു സഹോദരനും ഉണ്ട്, എന്റെ യങ്ങർ ബ്രദറാണ്. അപ്രകാരം പോയിരിക്കുന്ന ആ സാഹചര്യത്തിൽ ഞാൻ ചുറ്റുമുള്ള കുടുംബങ്ങളിലെല്ലാം നോക്കിയാൽ അവിടെയൊന്നും ഞാൻ ഒരു സമാധാനം കാണുന്നില്ല. അപ്പൊ ഞാൻ ചിന്തിച്ചു, എന്തിനായി ദൈവം ഇരിക്കുന്നത്? പ്രാർത്ഥിക്കുമ്പോൾ മറുപടി തരാത്ത ഈ ദൈവം എനിക്ക് എന്തിനാ? എത്രത്തോളം ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചിട്ടുണ്ട്, അനേക അമ്പലങ്ങളെല്ലാം പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും എനിക്കൊരു സമാധാനമോ അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടിയോ ഇല്ല. അങ്ങനെയെങ്കിൽ ഈ ദൈവങ്ങൾ എന്തിനാ ഇരിക്കുന്നത്? ഈ ദൈവം എന്തിനാ? ദൈവമുണ്ടോ? എന്റെ ഏറ്റവും വലിയ ചോദ്യം ഇതായിരുന്നു. ചെറുപ്പകാലം മുതൽ എന്റെ ചോദ്യം ഇതായിരുന്നു, ജീവിക്കുന്ന ഒരു ദൈവമുണ്ടോ? അങ്ങനെയെങ്കിൽ ആ ദൈവം ആര്? ആ ദൈവത്തെ എനിക്ക് അറിയണം. രാത്രികാലങ്ങളിൽ വിഷമം വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ, സമാധാനമില്ലാത്ത അന്തരീക്ഷം വരുമ്പോഴെല്ലാം ഞാൻ രാത്രി ഇരുന്ന് കരയും, ദൈവമേ അങ്ങ് എവിടെയാ ഇരിക്കുന്നേ? അങ്ങ് ആകാശത്തിന്റെ ഏതോ ഒരു കോണിൽ ഇരുന്ന് മനുഷ്യനെ ദുഃഖിപ്പിക്കുന്ന ആളാണോ അങ്ങ്? അങ്ങനെയെങ്കിൽ ആ ദൈവം എനിക്ക് എന്തിനാ? ഇതൊക്കെയായിരുന്നു എന്റെ ചോദ്യങ്ങൾ, ചെറുപ്പകാലത്ത് എന്റെ ചോദ്യങ്ങൾ. പലപ്പോഴും ഞാനത് ചോദിച്ചിട്ടുണ്ട് ദൈവത്തോട്. രാത്രികാലങ്ങളിലെല്ലാം ഭയങ്കരമായിട്ട് കരയുമ്പോൾ ദൈവത്തോട് ചോദിക്കും, ദൈവമേ നീ എവിടെ? നീ ആരാണെന്ന് എനിക്ക് കാണിച്ചു തരാമോ എന്നല്ല എന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ഞാൻ ചോദിക്കുമായിരുന്നു.
അപ്രകാരം എന്റെ ചെറുപ്പകാലം എല്ലാം കഴിഞ്ഞു പോയി. ഞാൻ എന്റെ 10th കഴിഞ്ഞ സമയത്ത് എന്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു പുതിയ നിയമം ബൈബിൾ തന്നു. ആ ബൈബിൾ ഞാൻ ഇടയ്ക്കിരുന്ന് വായിക്കും. ഞാൻ നന്നായിട്ട് അന്നാളിലെല്ലാം വായിക്കുമായിരുന്നു. ലൈബ്രറിയിലെ ഒരു മെമ്പർ ആയിരുന്നു ഞാൻ. ഇപ്പോഴും പോയി വായിക്കുമായിരുന്നു. അപ്രകാരം ചുമ്മാ ഒരു കഥ വായിക്കുന്ന ഫീലിംഗ് ഞാൻ ഈ ബൈബിൾ ധാരാളം വായിക്കുമായിരുന്നു. പക്ഷെ അതിനകത്തൊന്നും ഒരു ദൈവിക സാന്നിധ്യം ഒന്നും ഞാൻ അന്ന് അറിഞ്ഞിരുന്നില്ല, ഒന്നും ഞാൻ കണ്ടില്ല. പക്ഷെ എവിടെയാണ് ദൈവം ആരെന്ന് അറിയാനുള്ള ആകാംക്ഷ വളരെയേറെ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഏതോ ഒരു വിഷമം വന്ന സമയത്ത് ഞാൻ ചിന്തിച്ചു, എന്തിനാ ജീവിക്കുന്നേ? ഇങ്ങനെ ജീവിച്ച ഒരു കല്യാണം കഴിച്ച് 2 മക്കളുമായിട്ട് ജീവിച്ച് അങ്ങനെ പോകാനാണോ ജീവിതം? അങ്ങനെ എന്തിനാ ജീവിക്കുന്നേ? അങ്ങനെ എന്റെ ജീവിതത്തിന്റെ അർത്ഥം എന്താ? എനിക്ക് ജീവിതത്തിന് യാതൊരു അർത്ഥവും എനിക്ക് തോന്നുന്നില്ല. എന്തിനു വേണ്ടിയാ ഞാൻ ജീവിക്കുന്നേ? അങ്ങനെയെങ്കിൽ ആത്മഹത്യ ചെയ്യാം, മരിച്ചു കളയാം, എന്തിനാ ജീവിക്കുന്നേ എന്ന് കരുതി റിയലി നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കൊരു പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് പേഴ്സണലി വലിയ പ്രശ്നങ്ങളില്ല, പക്ഷെ എനിക്കൊരു സമാധാനമില്ല. അങ്ങനെ ഞാൻ ഒരു ദിവസം എന്റെ വീട്ടിലെ മുറിയില് ഞാൻ എന്റെ ഷോൾ എടുത്ത് മേളിൽ കെട്ടി മരിച്ചു കളയാം എന്ന് ചിന്തിച്ചു. ഷോൾ കെട്ടി കഴിഞ്ഞപ്പോ ഞാൻ ഞാൻ ഇങ്ങനെ തൂങ്ങാൻ വരുമ്പോ ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, ട്രാക്ടറോ എവിടെയോ വായിച്ചിട്ടുണ്ട് സ്വർഗവും നരകവും ഉണ്ട്. അപ്പൊ ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു, സ്വർഗവും നരകവും ഉണ്ടോ? അതും എവിടെയോ വായിച്ചിരിക്കുന്നു, സൂയിസൈഡ് ചെയ്താൽ, ആത്മഹത്യ ചെയ്താൽ നരകത്തിൽ പോകുന്നു. എവിടെ നിന്ന് കിട്ടിയ ഇൻഫോർമേഷൻ ആണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. പക്ഷെ എവിടെ നിന്ന് ഒരു ഇൻഫോർമേഷൻ എനിക്ക് അങ്ങനെ കിട്ടിയിരുന്നു, ആത്മഹത്യ ചെയ്താൽ നരകത്തിൽ പോകും. അങ്ങനെയെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്താൽ നരകത്തിലല്ലേ പോകുള്ളൂ? ഈ ചിന്ത എന്നെ ഭയങ്കരമായിട്ട് ഉലച്ചു. അങ്ങനെയെങ്കിൽ സ്വർഗവും നരകവും ഉണ്ടോ? അത് എവിടെ? ആ സ്വർഗത്തിൽ പോകാൻ എന്ത് ചെയ്താൽ സ്വർഗത്തിൽ പോകാൻ സാധിക്കും? ഞാൻ ആ ഷോൾ എല്ലാം അഴിച്ചു വെച്ചു. അപ്പൊ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ബൈബിൾ എടുത്ത് വായിച്ചു. എന്നിട്ടും എനിക്കൊന്നും തോന്നിയില്ല. പക്ഷെ ഇങ്ങനെ ദിവസങ്ങൾ പോയിക്കൊണ്ടിരുന്നു. സ്വർഗമുണ്ടോ നരകമുണ്ടോ അങ്ങനെ ഒന്നും ഉണ്ടോ? അപ്പൊ ഞാൻ എന്റെ റിലീജിയസ് അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടുതൽ പല കാര്യങ്ങളും ചെയ്യുമായിരുന്നു. ആ സമയത്ത് ഞാൻ പഠിക്കാൻ മിടിക്കുകയായിരുന്നു, കുഴപ്പമില്ല. ഡിഗ്രി പഠിക്കുന്നു, PG ഡിഗ്രിക്ക് എല്ലാം നല്ല മാർക്കോടുകൂടി ഞാൻ പാസ്സാകുന്നു. അതെല്ലാം നടക്കുന്നുണ്ട്. എന്റെ വിഷമങ്ങളെല്ലാം ഞാൻ ഇറക്കി വെച്ചിരുന്നത് പഠനത്തിലായിരുന്നു. പഠനത്തിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുമ്പോൾ എന്റെ വിഷമമൊന്നും ഞാൻ അറിയില്ല. അപ്രകാരം ഇങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. അങ്ങനെ MSc ആകുന്ന ആ സമയത്ത് എന്റെ അനിയന്റെ ഒരു ഫ്രണ്ട് എന്റെ വീട്ടിൽ വരികയാണ്. അതിനു മുന്നേ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, എനിക്ക് ഇപ്രകാരം ഒരു ചിന്ത ഉണ്ടായിരുന്നു, ഒരു ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു ദൈവത്തോട്, അങ്ങനെയെങ്കിൽ എന്റെ ലിസ്റ്റിൽ കുറെ ദൈവങ്ങളുണ്ട്, കുറെ ദൈവങ്ങളുണ്ട്. അപ്പൊ ഒരു പക്ഷെ ഈ ദൈവം അല്ലായിരിക്കുമോ വാസ്തവത്തിലുള്ള ദൈവം? അങ്ങനെയെങ്കിൽ ഞാൻ ഇതിനോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഞാൻ ഇപ്രകാരം ചിന്തിച്ചു, എനിക്ക് അറിയാവുന്ന എന്റെ മനസ്സിൽ വന്ന് എനിക്ക് അറിയാവുന്ന എല്ലാ ദൈവങ്ങളുടെ എല്ലാം ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കി. ലിസ്റ്റ് വെച്ച് എന്റെ മനസ്സിൽ. എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഈ പേരുകളെല്ലാം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇതിന്റെ എല്ലാം പേര് പറഞ്ഞു. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഇതിനകത്ത് ആരെങ്കിലും ഒരാൾ ദൈവമായിരിക്കും. അങ്ങനെയെങ്കിൽ ആ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുമല്ലോ. അപ്പൊ ഞാൻ അങ്ങനെ ഓരോ ലിസ്റ്റിലെ ഓരോ പേരും പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടും ഒരു പ്രാർത്ഥനയ്ക്ക് പോലും എന്റെ ജീവിതത്തിൽ ഞാൻ മറുപടി കണ്ടില്ല. അവസാനം ഞാൻ ഭയങ്കര നിരാശയായിട്ട് ഞാൻ ഇപ്രകാരം ചിന്തിച്ചു, ഇനി എന്തിനാ പ്രാർത്ഥിക്കുന്നത്? അപ്പൊ ഞാൻ പിന്നീട് പ്രാർത്ഥന എല്ലാം മാറ്റിയിട്ട് ഞാൻ ചുമ്മാ പ്രാർത്ഥനയ്ക്ക് ചെല്ലുമ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, എല്ലാവർക്കും നല്ലത് വരുത്തണേ എന്ന് മാത്രം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. കാരണം എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ഒരു പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ല, പിന്നെ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? എന്റെ ഈ ലോകത്തിൽ ഒരു ചെറിയ കാര്യത്തിന് മറുപടി തരാൻ കഴിയാത്ത ദൈവം എനിക്ക് എന്തിനാ? ഇതായിരുന്നു എന്റെ ചോദ്യം. അങ്ങനെയെങ്കിൽ ജീവിക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവത്തെ എനിക്ക് അറിയണം. ഒരു സത്യമായ ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവത്തെ മതി എനിക്ക്. ഇപ്രകാരം എല്ലാം എന്റെ ഉള്ളിലേക്കുള്ള ചിന്തകൾ കടന്നു പോകുമായിരുന്നു. ഞാൻ MSc പഠിച്ച് ആ ലാസ്റ്റ് സമയമാകുമ്പോൾ, ആ ടൈമിലാകുമ്പോൾ എന്റെ അനിയന്റെ ഫ്രണ്ട്, ആ സഹോദരൻ വീട്ടിൽ വന്നിട്ട് യേശുവിനെ പറ്റി എന്റെ അടുക്ക പറയുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ട, നിങ്ങളുടെ ദൈവത്തെ എനിക്ക് വേണ്ട, ക്രിസ്ത്യാനികളുടെ ദൈവത്തെ എനിക്ക് വേണ്ട. കാരണം എനിക്കുണ്ട് ദൈവങ്ങൾ, പിന്നെ എന്താ നിങ്ങളുടെ ദൈവത്തെ കൂടെ എനിക്ക് വേണ്ട, ക്രിസ്ത്യാനികളുടെ ദൈവത്തെ വേണ്ട, എന്റെ ദൈവമുണ്ട്. അപ്പൊ ഞാൻ ആ സഹോദരനോട് പറഞ്ഞു തർക്കിച്ചത് പ്രകാരമാണ്, ഒരു സ്ഥലത്ത് എത്തണമെങ്കിൽ ആ സ്ഥലത്ത് എത്താൻ പല വഴികളുണ്ട്. ഇപ്പൊ എനിക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ, ആ സഹോദരൻ പറയുന്നത്, എന്റെ ഒരു യങ്ങർ ബ്രദറാണ് ആ പയ്യൻ, അവൻ എന്റെ അടുത്ത് പറയുന്നത്, ആ സ്വർഗത്തിൽ എത്താനായിട്ട് ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ, അത് കർത്താവ് യേശുക്രിസ്തു മാത്രമാണ്, അല്ലാതെ ഒരു വഴിയും ചേച്ചിക്കില്ല എന്നാണ് എന്നോട് പറഞ്ഞ് തർക്കിക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു, ഇല്ല സഹോദരൻ, ഒരു സ്ഥലത്ത് എത്താൻ പല വഴികളുണ്ടെങ്കിൽ എനിക്കും സ്വർഗത്തിലെത്താൻ എന്റെ വഴിയുണ്ട്, നിനക്ക് നിന്റെ വഴി. അങ്ങനെയെങ്കിൽ നിന്റെ വഴിയെ നീ പൊക്കോ, എന്റെ വഴിയെ ഞാൻ പൊയ്ക്കൊള്ളാം, എനിക്ക് നിന്റെ വഴി വേണ്ട, എനിക്ക് ക്രിസ്ത്യാനികളുടെ ദൈവത്തെ ഞാൻ എന്തിനാ, എനിക്കുണ്ട് ആവശ്യത്തിന് എന്ന് പറഞ്ഞ് പല പ്രാവശ്യം ഞാൻ ധിക്കരിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷെ എപ്പോഴെല്ലാം ആ സഹോദരൻ വീട്ടിൽ വരുമോ അപ്പോഴൊക്കെയും ഇത് തന്നെ എന്നോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക, എപ്പോ വന്നാലും ഇതേ പറയാനുള്ളൂ. ആ സഹോദരൻ ഇന്നൊരു പാസ്റ്ററാണ്, പാസ്റ്റർ സബിൻ ജോസഫ് എന്ന് പറയും. അന്ന് ചെറിയൊരു പയ്യനായിരുന്നു. ഈ പറയുമ്പോഴെല്ലാം ഞാൻ അവനെ അഗൈൻസ്റ്റ് ആയിട്ട്, അവനെ തോൽപ്പിക്കാൻ വേണ്ടി പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടേയിരുന്നു. അവനെ കരയിപ്പിക്കുന്ന പോലെ അതുപോലെ ഞാൻ തർക്കിച്ചിട്ടുണ്ട്, ധാരാളം തർക്കിച്ചു. പക്ഷെ ഒടുവിൽ ഈ തർക്കിക്കുമ്പോഴൊക്കെ ഞാൻ അവനെ ജയിക്കുന്ന ഒരു സന്തോഷം എനിക്ക് ഉണ്ടെങ്കിലും എന്റെ ഉള്ളത്തിനകത്ത് ചില ചേഞ്ചസ് നടക്കുന്നുണ്ടായിരുന്നു, അത് ഞാൻ അറിയുന്നില്ല.
ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഓരോ പ്രാവശ്യം പറഞ്ഞു തീർന്നു. അടുത്ത പ്രാവശ്യം അവൻ പറയുമ്പോഴേക്കും വേറെ എന്തെങ്കിലുമൊക്കെ ഞാൻ കണ്ടുപിടിച്ച് വെക്കും. അവന്റെ ആൻസർ മുട്ടിക്കുന്ന പ്രകാരം ഞാൻ പലതും പറഞ്ഞുകൊണ്ടേയിരുന്നു. അവസാനം ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. ലാസ്റ്റ് ആ ഒരു സമയത്ത് വീട്ടിലെന്തോ വിഷയം വരികയാണ്. ആ സമയത്ത് അവൻ ഇങ്ങനെ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞങ്ങളെ വിളിച്ചു. ഒരു തൊടുപുഴ മുട്ടം അവിടെ ഒരു വീട്ടില് ജിൻസി എന്ന് പറഞ്ഞൊരു സഹോദരിയുടെ വീട്ടിലാണ്. അവിടെ ഒരു പ്രാർത്ഥന അവർ ക്രമീകരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന വെച്ചിരിക്കും. ഒരു ദിവസം അവർ ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്, നിങ്ങൾ എല്ലാവരും കടന്നു വരണം എന്ന് പറഞ്ഞ് ക്ഷണിച്ചു. ഞാൻ പറഞ്ഞു ഞങ്ങൾ വരാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല പോകാൻ. പക്ഷെ അന്നത്തെ വിഷയത്തിന്റെ സൊല്യൂഷൻ കിട്ടേണ്ടതിന് വേണ്ടിയിട്ട് ഓക്കെ ഞങ്ങൾ വരാമെന്ന് മറുപടി എല്ലാം സംസാരിച്ചു. അപ്രകാരം പോവുക. ഞാനും കടന്നു പോവുകയാണ്. അപ്പൊ ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബസ്സിൽ ഞാൻ കയറുമ്പോൾ എന്റെ ഉള്ളിലെ ചിന്ത ഇതാണ്, യേശു ദൈവമാണെന്ന് ഇവൻ പറയുന്നു. ഇവൻ പറയുന്നത് ശരിക്കും വാസ്തവമായി ജീവിക്കുന്ന ദൈവമാണ് യേശു എന്നാണ് ഇവൻ പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ യേശു വാസ്തവമായി ജീവിക്കുന്ന സത്യ ദൈവമാണെങ്കിൽ ഐ ആം റെഡി ടു ബിലീവ്. ഞാൻ വിശ്വസിക്കാൻ തയ്യാറാണ്. പക്ഷെ ഞാൻ എങ്ങനെ അറിയും? ഈ ക്രിസ്ത്യൻ അല്ലാത്ത ഞാൻ എങ്ങനെ ഈ യേശുവിനെ അറിയും? യേശു സത്യമാണോ ഇല്ലയോ എന്ന് ഞാൻ എങ്ങനെ അറിയും? എന്റെ ഹൃദയത്തിൽ ക്വസ്റ്റ്യൻ മുഴങ്ങി നിൽക്കും, യേശു സത്യമാണോ? അപ്പൊ അവൻ പറഞ്ഞൊരു കാര്യപ്രകാരം ചിന്തിച്ചു, യേശു ചേച്ചിയോട് സംസാരിക്കും, ജീവനുള്ള ദൈവം ആ ചേച്ചിയോട് സംസാരിക്കും. അപ്പൊ ഞാൻ ഇപ്രകാരം ബസ്സിൽ കയറുമ്പോൾ ഒരു സീറ്റ് മാത്രമേ ഉള്ളൂ. ആ സീറ്റിൽ ഞാൻ ചെന്നിരുന്നു. അപ്രകാരം ബസ്സിൽ കയറി ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുവാണ്, യേശു ജീവിക്കുന്ന ദൈവമാണെങ്കിൽ ഇപ്പോൾ എന്നോട് സംസാരിക്കട്ടെ, then I will believe. അങ്ങനെയെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും യേശുവിനെ വിശ്വസിക്കുക. അവൻ പറയുന്ന പോലെ ജീവിക്കുന്ന, പ്രാർത്ഥന കേൾക്കുന്ന, മറുപടി തരുന്ന ദൈവമാണ് യേശുവെങ്കിൽ ആ യേശു എന്നോട് സംസാരിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ ആ യേശുവിനെ വിശ്വസിക്കാം. ഇത് ഞാൻ വേറെ ആരോടും പറയുന്നില്ല. ഞാൻ പറയുന്നത് ഹൃദയത്തിനകത്ത് നിന്നാ പറയുന്നത്. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ഹൃദയമുണ്ടാക്കിയ ദൈവത്തിന് അറിയാം ഹൃദയത്തിന്റെ ഓരോ വിചാരങ്ങളും. ആ ഹൃദയത്തിനകത്ത് നിറഞ്ഞു പൊങ്ങിയ ചിന്ത വേറെ ആരും അറിഞ്ഞില്ല. ഞാനും ആ ദൈവം മാത്രമേ അറിഞ്ഞു. ഞാൻ ഇപ്രകാരം ചോദിക്കുകയാണ്, ആ സീറ്റിൽ നിന്ന് ബസ്സിന്റെ മുന്നോട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറയുവാണ്, യേശു ജീവിക്കുന്ന ദൈവമാണെങ്കിൽ എന്നോട് സംസാരിക്കട്ടെ. അല്പ സെക്കൻഡുകൾക്ക് എന്റെ അടുത്തിരുന്ന ചേച്ചി എന്നെ ഒന്ന് ടച്ച് ചെയ്തിട്ട് ചോദിച്ചു, മോള് ക്രിസ്ത്യൻ ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അല്ല ചേച്ചി, ഞാൻ ക്രിസ്ത്യൻ അല്ല എന്ന് ഞാൻ പറഞ്ഞു. ഉടനെ ആ ചേച്ചി, പൊതുവെ ബസ്സിൽ നിന്ന് പരിചയപ്പെടുമ്പോൾ ചോദിക്കേണ്ടത് മോളുടെ പേരെന്താണ്, വീട് എവിടെ നിന്നാണ്, ഇതൊക്കെയാണ് ചോദിക്കേണ്ടത്. പക്ഷെ ഈ സഹോദരി ഇതൊന്നും എന്നോട് ചോദിക്കുന്നില്ല. അടുത്ത വാക്കിൽ എന്നോട് പറയുകയാണ്, മോളെ, യേശു ക്രിസ്തു വന്നത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ, സകല മനുഷ്യർക്കുമാണ് കേട്ടോ. എന്ത് ചോദ്യമാണോ എന്റെ ഹൃദയത്തിനകത്ത് മുഴങ്ങി നിൽക്കുന്നത്, ആ മുഴങ്ങി നിൽക്കുന്ന ചോദ്യത്തിന്റെ മറുപടി എനിക്ക് വരുന്നത്, യേശു ജീവനുള്ള ദൈവമാണ്, എന്നോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ സെക്കൻഡിൽ എന്നോട് പറയുകയാണ്, യേശു ക്രിസ്തു വന്നത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ, സകല മനുഷ്യർക്കുമാണ് കേട്ടോ. എന്റെ ആ ക്വസ്റ്റ്യന്റെ മറുപടി കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഞാൻ പ്രകാരം എനിക്ക് ഫീൽ ആവുകയാണ്, യേശു ജീവിക്കുന്ന ദൈവം എന്നോട് നേരിട്ട് വന്ന് പറയാതെ ഒരു വ്യക്തിയിലൂടെ ആ സെക്കൻഡിൽ സംസാരിച്ചിരിക്കുന്നു. എനിക്ക് ആ ബസ്സിനകത്ത് യേശു ഉണ്ട് എന്നുള്ള ഫീലിംഗ് ഭയങ്കരമായിട്ട് എനിക്ക് വരിക. യേശു ഇതിന്റെ അകത്തുണ്ട് എന്നുള്ള ഫീലിംഗ് എനിക്ക് വരിക. അപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ അപ്പോൾ തന്നെ ഹൃദയം തുറന്ന് ഞാൻ യേശുവിനെ സ്വീകരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതുവരെയും എന്റെ 22 വയസ്സ് വരെയും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. ഒരു മറുപടി എന്റെ ജീവിതത്തിൽ ഞാൻ കാണാതിരിക്കെ യേശുവിനോട് ഞാൻ ചോദിച്ചപ്പോൾ, അങ്ങ് ജീവിക്കുന്ന ദൈവമാണെങ്കിൽ എനിക്ക് ഇതിന് മറുപടി തരിക എന്ന് പറഞ്ഞപ്പോൾ വന്ന മറുപടി കേട്ട് ശരിക്കും എന്റെ ഹൃദയത്തിന്റെ വാതിൽ അപ്പോൾ തന്നെ തുറന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ തന്നെ എനിക്ക് യേശുവിൽ ഒരു വിശ്വാസം വരാൻ ഇടയായി. ആ സഹോദരിയോട് ഞാൻ പരിചയപ്പെട്ടു, സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവര് കോലഞ്ചേരി മെഡിക്കൽ ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റ് ആണ് ഡോക്ടർ മേരി വർഗീസ്. അവര് അന്ന് കാറിന് വരാതെ ബസ്സിന് വന്നു. അന്ന് എന്നോട് അവർക്കത് പറയാനായിട്ട് തോന്നി. അത് കറക്റ്റ് ടൈം ആയിരുന്നു. അവരത് സംസാരിച്ചു. ഞങ്ങൾ സംസാരിച്ച് അവരുടെ സ്റ്റോപ്പ് ആയപ്പോൾ അവർ ഇറങ്ങിപ്പോയി. പക്ഷെ ഇതെന്നെ വളരെയേറെ ചിന്തിപ്പിച്ചു. ഇങ്ങനെ ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ ആദ്യമാണ്. ഞാൻ അവരുടെ വീട്ടിൽ ചെന്നു, പ്രാർത്ഥനയ്ക്ക് അറ്റൻഡ് ചെയ്തു. പക്ഷെ അവരുടെ പ്രാർത്ഥന കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതൊക്കെ എന്താ കൈയടിച്ച് പ്രാർത്ഥിതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവരോട് ഞാൻ ഈ കാര്യം പറഞ്ഞു, ഇങ്ങനെ അനുഭവം എനിക്ക് ഉണ്ടായി എന്നെല്ലാം പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വീട്ടിൽ വന്നപ്പം ഞാൻ ഓർത്തു, ചിലപ്പം ആകസ്മികമായിട്ട് സംഭവിച്ചതായിരിക്കും എന്നോർത്ത് ഞാൻ വിഷയത്തെ വിട്ടു. എന്റെ MSc ആ ടൈം ക്ലാസ് അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാൻ ഇങ്ങനെ വീട്ടിൽ എന്റെ വരാന്തയില് ചേർന്നിരിക്കുക. അപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക, ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ പെട്ടെന്ന് എന്റെ ഹൃദയത്തിൽ ചിന്ത ഇങ്ങനെ വന്നു, യേശു ജീവിക്കുന്ന ദൈവം തന്നെയാണോ? വാസ്തവമായിട്ടും ജീവിക്കുന്ന ദൈവമാണോ യേശു? യേശുവിനോട് പ്രാർത്ഥിച്ചാൽ എനിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? അങ്ങനെയെങ്കിൽ ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്ന് ഞാൻ ചിന്തിച്ചു, യേശുവെ, അങ്ങ് ജീവിക്കുന്ന ദൈവമാണെങ്കിൽ ഞാൻ വിശ്വസിക്കാൻ തീർച്ചയായിട്ടും തയ്യാറാണ്. അങ്ങ് ജീവിക്കുന്ന ദൈവമാണെങ്കിൽ ദൈവത്തിന് സകലവും സാധ്യ. ഈ ഭൂമിയിലുള്ള സർവ്വകാര്യങ്ങളും ദൈവത്താൽ സാധ്യമാണ്. അങ്ങനെയെങ്കിൽ ഈ മഴ മാറി വെയിലാവുകയാണെങ്കിൽ ഷുവർലി ഐ വിൽ ബിലീവ് യു.
ഈ മഴ ഇപ്പോൾ മാറി അങ്ങ് വെയിലാക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അങ്ങേ വിശ്വസിക്കാം. കാരണം എനിക്ക് അറിയണം, ഞാൻ പരീക്ഷിക്കാൻ വേണ്ടി ചോദിക്കുന്നതല്ല, എനിക്ക് അറിയണം യേശു ദൈവമാണോ അല്ലയോ എന്നറിയാനുള്ള സിൻസിയർ ആയിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹത്തിൽ നിന്നാണ് ഞാൻ ചോദിക്കുന്നത്, ഒരിക്കലും പരീക്ഷിക്കാൻ വേണ്ടിയല്ല. അപ്പൊ ഈ മഴയെ നോക്കിക്കൊണ്ട് ഞാൻ ഇപ്രകാരം ചിന്തിക്കുക, യേശു അങ്ങ് ജീവിക്കുന്ന ദൈവമാണെങ്കിൽ ഈ മഴ മാറി വെയിലാകട്ടെ എന്ന് ഞാൻ ഹൃദയത്തിൽ ചിന്തിച്ചത്. വേറെ ആർക്കും അറിയില്ല, വായി തുറന്നു പോലും ഞാൻ പറയുന്നില്ല, വേറെ ആർക്കും അറിയില്ല. വിത്തിൻ സെക്കൻഡ്സ്, അത് ടൈം എടുത്തിരുന്നാൽ കൂടെ ഒരു പക്ഷെ ഞാൻ വിശ്വസിക്കില്ലായിരുന്നു. വിത്തിൻ സെക്കൻഡ്സ് ആ മഴ സ്റ്റോപ്പ് ആകുന്നു, വെയിൽ തെളിയാൻ തുടങ്ങി. ഞാൻ നോക്കി നിൽക്കെ, ഞാൻ ആ ചെയറിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല. നോക്കി നിൽക്കാൻ അപ്പോൾ തന്നെ മഴ നോക്കി ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചിന്തിക്കവേ തന്നെ സെക്കൻഡുകൾക്ക് ഇത് സംഭവിക്കുന്നു. ഇതെനിക്ക് എന്റെ കണ്ണുകൾക്ക് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഞാൻ ചിന്തിച്ച ചിന്ത ആരോ കേട്ടിരിക്കുന്നു, ആരോ മറുപടി തന്നിരിക്കുന്നു. എനിക്ക് ഭയങ്കര വല്ലാത്തൊരു അനുഭവം ആ സമയത്തുണ്ടായത്. ഞാൻ എഴുന്നേറ്റ് പോയി, ഞാൻ അതേപ്പറ്റി ചിന്തിച്ചു, എന്താ ഇതിങ്ങനെ സംഭവിച്ചേ, ഇങ്ങനെ ശരിക്കും ഒരു ദൈവം ഉണ്ടോ, യേശു ആണോ ദൈവം, ഇതെല്ലാം എന്റെ ചിന്തയിൽ കൂടെ കടന്നുപോയി. ദിവസം കഴിഞ്ഞ് വേറെ ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോ നേരെ തിരിച്ച് നല്ല വെയിൽ തെളിഞ്ഞു നിൽക്കുക. അപ്പൊ ഞാൻ ഇപ്രകാരം ചോദിക്കുവാണ്, യേശുവേ, അന്ന് മഴ മാറ്റി വെയിലാക്കിയത് അങ്ങാണെങ്കിൽ ഇന്ന് ഈ വെയിൽ മാറി മഴയാകട്ടെ. ഇതും ഞാൻ പരീക്ഷിക്കാൻ വേണ്ടി ചോദിക്കുന്നതല്ല, എന്റെ ഹൃദയത്തിനകത്ത് വാസ്തവമായിട്ട് യേശു സത്യമാണോ എന്ന് എനിക്ക് അറിയണം. അതിന് അറിയാനുള്ള ആകാംക്ഷ കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഈ വെയിൽ മാറി ഇപ്പോൾ മഴയാകുവാണെങ്കിൽ ഷുവർലി ഐ വിൽ ബിലീവ്. ഞാൻ വേറെ ഒന്നും ചോദിക്കില്ല, ഞാൻ വിശ്വസിക്കാം എന്ന മട്ടിൽ ഞാൻ ഹൃദയം കൊണ്ട് പറയുക. അതും വിത്തിൻ സെക്കൻഡ്സ്, മിനിറ്റുകൾ പോലും എടുക്കുന്നതിന് മുന്നമേ തന്നെ ആ വെയിൽ അങ്ങ് മങ്ങി മഴ പെയ്യാൻ തുടങ്ങി, ശക്തമായി മഴ പെയ്യാൻ തുടങ്ങി. അപ്പൊ ഞാൻ ഓർത്തു അതിനെന്തോ കാര്യമുണ്ടല്ലോ. അപ്പൊ ഞാൻ ഓർത്തു ഇത് നാച്ചുറലി സംഭവിക്കുന്നതായിരിക്കുമോ, മേ ബി നാച്ചുറലി ഹാപ്പൻ, അങ്ങനെ നടന്നതായിരിക്കുമോ എന്നല്ല എന്റെ ചിന്ത. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഇത് വിശ്വസിക്കണമെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ട് യേശുവിനെ വിശ്വസിക്കാൻ തുടങ്ങണം. പക്ഷെ യേശുവിനെ വിശ്വസിക്കാൻ എനിക്ക് മടി, എനിക്ക് മനസ്സില്ല. എന്താണ് ഞാൻ അവന്റെ ദൈവത്തെ വിശ്വസിക്കുന്നത്, എനിക്ക് മനസ്സില്ല. അപ്പൊ ഇതെല്ലാം ഡിസ്പ്രൂവ് ആകാം എന്ന് വെച്ചാൽ ഇതൊന്നും പ്രൂവ് ചെയ്യപ്പെടുകയില്ല എന്ന് കരുതിയാണ് ഞാൻ ഈ പരീക്ഷണങ്ങളെല്ലാം ചോദിക്കുന്നത്. സത്യം പറഞ്ഞ ഈ സഹോദരനോട് പറയണം, യേശു ദൈവം അല്ല എന്നൊക്കെ പറയാൻ തർക്കിക്കാനും കൂടെ കൂടിയിട്ടാണ് ഞാൻ ഇത് ചോദിക്കുന്നത്. ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് ഉറപ്പിക്കാൻ പറ്റുന്നില്ല, 100% യേശു മാത്രമാണെന്ന് ഉറപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. അതിന്റെ ഇടയ്ക്കും പല പരീക്ഷകളും ഞാൻ ചോദിക്കുന്നുണ്ട്. ഒരു ദിവസം ഒരു കുട എനിക്ക് വാങ്ങണം, എന്റെ കയ്യിൽ പണമില്ല. അപ്പൊ ഞാൻ എന്തോ ആവശ്യത്തിന് പോയിരിക്കുക. അപ്പൊ അവിടെ വെച്ച് എനിക്ക് കുട ആവശ്യമായിട്ട് വന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ഹൃദയത്തിൽ ചിന്തിക്കുക, ഏത് കുട വാങ്ങണം എന്ന് ചിന്തിക്കുമ്പോൾ എന്റെ മനസ്സിൽ തോന്നുകയാണ്, യേശു അങ്ങനെയാണെങ്കിൽ ഈ ആ സമയത്ത് ഇറങ്ങിയ ഒരു 3 ഫോൾഡ് കുടയുണ്ട്, ആ കുട ഞാൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചിട്ട്, യേശുവെ അങ്ങനെയാണെങ്കിൽ ആ കുട എനിക്ക് കിട്ടട്ടെ, യേശു ദൈവമാണെങ്കിൽ എന്ന് പറഞ്ഞ് 2 മണിക്കൂറിനകം ആ കുട എന്റെ കയ്യിൽ എത്താൻ ഇടയായി തീർന്നു. അങ്ങനെ പല ചെറിയ ചെറിയ പരീക്ഷണങ്ങളെല്ലാം അതിന്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കെ ഒരു ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റ് വരുമ്പോ പെട്ടെന്ന് എന്റെ കസിൻ സിസ്റ്റർ ഉണ്ട്, ചേച്ചി എനിക്ക് ഓർമ്മ വരിക. ആ ചേച്ചിയും മക്കളില്ല, വർഷങ്ങളായിട്ട് മക്കളില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ദൈവത്തിന് മാത്രമേ കുഞ്ഞുങ്ങളെ കൊടുക്കാൻ പറ്റൂ, വേറെ ആർക്കും കുഞ്ഞുങ്ങളെ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ആ ദൈവത്തോട് ചോദിച്ചാൽ മാത്രമേ, ദൈവത്തിന് മാത്രമേ ആകുകയുള്ളൂ. അങ്ങനെയെങ്കിൽ യേശുവേ, ഞാൻ ഇനി വേറൊരു പരീക്ഷണം അങ്ങോട്ട് ചോദിക്കില്ല, അവസാനമായി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് ഞാൻ ചോദിക്കുക. അതിനിടയിൽ വേറെ കാര്യം നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ യേശുവിനെ ഇങ്ങനെ പരീക്ഷ നടക്കുന്നതിനിടയ്ക്ക് പല ക്രിസ്ത്യൻസിനെയും ഞാൻ അപ്രോച്ച് ചെയ്തപ്പോ അവരെല്ലാം പറഞ്ഞു പുണ്യാളന്മാരുണ്ട്, മധ്യസ്ഥന്മാരുണ്ട്, യേശുവിന്റെ അമ്മയോട് പ്രാർത്ഥിക്കും, ഇതെല്ലാം പറഞ്ഞപ്പോ ഞാൻ പിന്നെയും കൺഫ്യൂഷനായി. ഇതൊക്കെ ഉണ്ടോ, ഇപ്പൊ ഞാൻ ആരോടാ പ്രാർത്ഥിക്കുന്നത്, പിന്നെ എനിക്ക് കൺഫ്യൂഷനായി. അപ്പൊ ഈ ചിന്ത ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിക്കുക, യേശുവേ, അങ്ങ് മാത്രമാണ് എനിക്ക് ഏക വഴി സ്വർഗത്തിലേക്കെങ്കിൽ, അങ്ങ് മാത്രമാണ് വാസ്തവത്തിൽ ഞാൻ വിശ്വസിക്കേണ്ടതെങ്കിൽ, അങ്ങേ മാത്രമാണ് ഞാൻ ആശ്രയിക്കേണ്ടതെങ്കിൽ, ഞാൻ വേറെ ആരോടും ഇപ്പൊ ചോദിക്കുന്നില്ല, അങ്ങോട് മാത്രം ഞാൻ ചോദിക്കുക, ആ ചേച്ചിക്ക് ഒരു കുഞ്ഞുണ്ടാവട്ടെ. തീർച്ചയായിട്ടും ഇനി ഞാൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പരീക്ഷണം, ഇനി ഒരിക്കലും ഞാൻ വേറെ ഒന്നും ഞാൻ അങ്ങോട്ട് ചോദിക്കില്ല, അങ്ങ് പൂർണ്ണമായും ദൈവമാണ്. ഇതിലൂടെ എല്ലാം ഞാൻ മനസ്സിലാക്കി. പക്ഷെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു ഉറപ്പ് കിട്ടേണ്ടതിന് വേണ്ടി കർത്താവ് ഞാൻ അങ്ങോട്ട് ചോദിക്കുക. അന്ന് കർത്താവ് എന്ന് പറയാനൊന്നും അറിയില്ല. യേശുവേ, അങ്ങോട്ട് ചോദിക്കുക, അങ്ങ് ഈ ചേച്ചിക്ക് ഒരു കുഞ്ഞിനെ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ യേശുവെ തന്നെ വിശ്വസിക്കാം. പിന്നെ ഞാൻ വേറെ ഒരു പരീക്ഷണം ചോദിക്കില്ല, വേറെ ഒന്നിനോട് ഞാൻ പ്രാർത്ഥിക്കില്ല, യേശു മാത്രമായിരിക്കും പിന്നെ എന്റെ വിശ്വാസം എന്ന് ഞാൻ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കവേ തന്നെ ഈ ഹൃദയത്തിൽ ചിന്തിച്ച ആ കാര്യം എവിടെയോ പ്രോപ്പറായിട്ട് എവിടെയോ റീച്ച് ആകുന്ന ഫീലിംഗ് എനിക്ക് വരിക. ഇപ്പൊ എനിക്കറിയാം, പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന അല്ലെങ്കിൽ ദൈവം കേട്ടു എന്നൊരു ആശ്വാസം നമ്മുടെ ഹൃദയത്തിൽ വരുന്നത് പോലെ ഈ പ്രാർത്ഥന അതുവരെ ഇല്ലാത്തൊരു അനുഭവം. ആ പ്രാർത്ഥന ഞാൻ ചോദിച്ച കാര്യം ആരോ കേട്ടിരിക്കുന്ന ഫീലിംഗ് എനിക്ക് ഭയങ്കരമായി എന്റെ ഹൃദയത്തിനകത്ത് ഫീൽ ചെയ്യുക. ഞാൻ എന്റെ റൂമിൽ തന്നെ കലണ്ടർ ഉണ്ടായിരുന്നു, കലണ്ടറിലേക്ക് ഞാൻ നോക്കി, ഞാൻ ഈ പ്രാർത്ഥിച്ച ഡേറ്റ് ഞാൻ നോക്കി വെച്ചു. പിന്നെ ഞാൻ കാര്യങ്ങളെല്ലാം വിട്ടു. എന്റെ MSc പ്രൊജക്ടിന്റെ ടൈമാണ്, ഞാൻ അതൊക്കെ ആയിട്ട് ഇൻവോൾവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു. മാസങ്ങൾ കഴിഞ്ഞ ഒരു ദിവസം ഞാൻ വൈകിട്ട് വരുമ്പോ അമ്മ എന്നോട് പറയുവാണ്, ചേച്ചി പ്രഗ്നന്റ് ആണ്. ഞാൻ ഓടിപ്പോയി കലണ്ടറിൽ ചെന്ന് നോക്കി. ഞാൻ നോക്കിയപ്പോ ഞാൻ ചോദിച്ചതിന് ശേഷം അത് സംഭവിച്ചേക്കുന്നത്.
അപ്പൊ എനിക്കൊരു കാര്യം ഉറപ്പായി, 100% യേശു മാത്രമാണ് സത്യവഴി, സത്യദൈവമെന്നും ജീവിക്കുന്ന ദൈവമെന്നും പ്രാർത്ഥന കേൾക്കുന്ന ദൈവമെന്നും എന്നെ സ്വർഗത്തിലെത്തിക്കാൻ കഴിയുന്ന ദൈവം യേശു മാത്രമാണെന്നും എന്നാൽ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയും കർത്താവിനെ എന്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയും കർത്താവിലേക്ക് പിന്നെ എന്റെ വിശ്വാസം മുഴുവൻ കർത്താവിലേക്കായി. ബാക്കി എല്ലാത്തിനും ഞാൻ എന്റെ ലിസ്റ്റെല്ലാം ഞാൻ മാറ്റിക്കളഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ലിസ്റ്റുകളെല്ലാം ഞാൻ മാറ്റി. ആ ലിസ്റ്റുകളെല്ലാം എനിക്ക് വേണ്ട എന്ന് എനിക്ക് മനസ്സിലായി. യേശുവിനെ മാത്രം വിളിച്ചാൽ മതി എന്ന് എനിക്ക് മനസ്സിലായി. അന്ന് മുതൽ യേശുവിനോട് മാത്രമായി എന്റെ പ്രാർത്ഥന. പക്ഷെ പ്രാർത്ഥനയ്ക്കൊന്നും പോകാൻ എനിക്ക് മനസ്സില്ല. ഈ കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ സഹോദരനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെയെല്ലാം അനുഭവം ഉണ്ട്, ഇങ്ങനെയെല്ലാം ഞാൻ പരീക്ഷിച്ചു, ഇതെല്ലാം എനിക്ക് മറുപടി കിട്ടി സബിനെ എന്നെല്ലാം ഞാൻ വിളിച്ചു പറഞ്ഞു. അപ്പൊ ഉടനെ സഹോദരൻ എന്നോട് പറഞ്ഞു, ചേച്ചി ഈ പ്രാർത്ഥനയ്ക്ക് കടന്നു പോകണം, ആരാധനയ്ക്ക് പോകണം. ഞാൻ പറഞ്ഞു, അയ്യോ അതൊന്നും പറ്റുന്ന കാര്യമില്ല, എന്നെ കൊണ്ട് സാധ്യമല്ല. കാരണം ഞങ്ങളുടെ ഏരിയ എന്ന് പറയുന്നത് ഹൈന്ദവേര്, എന്നെ സംബന്ധിച്ച് പറ്റുന്ന കാര്യമല്ല. ഒരിക്കലും അങ്ങനെയൊന്നും ഞാൻ കടന്നു പോകാൻ പ്ലാനില്ല. പക്ഷെ ഞാൻ യേശുവിനെ തന്നെ വിശ്വസിക്കും. യേശു മാത്രമാണ് ജീവിക്കുന്ന ദൈവം. പൂർണ്ണമായിട്ട് അതെനിക്ക് മനസ്സിലായി. പക്ഷെ എനിക്ക് പ്രാർത്ഥനയ്ക്കൊന്നും പോകാൻ ഞാൻ തയ്യാറല്ല. ഞാൻ പോകാനും എനിക്ക് മനസ്സില്ല, എനിക്ക് പോകാൻ പറ്റുകയില്ല എന്നീ പ്രകാരം ഞാൻ പറഞ്ഞു. പക്ഷെ ഈ സഹോദരൻ പിന്നീട് എന്നെ വിളിക്കുമ്പോഴെല്ലാം ചേച്ചി പ്രാർത്ഥനയ്ക്ക് പോകണം, അല്ലെങ്കിൽ ചേച്ചി നിൽക്കാൻ പറ്റില്ല, ചേച്ചി നിൽക്കില്ല, ചേച്ചി നിൽക്കാൻ പറ്റില്ല, ഇതെല്ലാം തന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഞാൻ അതിനെ എഗനിസ്റ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷെ ദൈവം, ഞാൻ ഇപ്പം മനസ്സിലാക്കുന്ന, ദൈവം ഒരാളെ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് വിധേനയും കർത്താവിന്റെ സന്നിധി കൊണ്ടുവന്നിരിക്കും എന്നുള്ളതാണ്. ഈ സഹോദരൻ ഞങ്ങളുടെ വീടിന്റെ പരിസരത്ത് ഒരു പാസ്റ്റ്, ഞങ്ങളുടെ അടുത്തെല്ലാം ക്രിസ്ത്യൻസ് അധികമായും ഇല്ലെങ്കിലും കുറച്ച് മാറി ഒരു പാസ്റ്റും കുടുംബവും താമസിക്കുന്നുണ്ട്. അപ്പൊ എന്നോട് അവരുടെ വീട്ടിൽ കടന്നു പോകാനാ പറയുന്നത്. പക്ഷെ ഞാൻ ചിന്തിച്ചു, അവരുടെ അടുത്ത് കടന്നു പോയി അവരതും ഇതൊക്കെ പറയും, എനിക്കത് ഇഷ്ടമില്ല, താല്പര്യമില്ല. അത് കാരണം ഞാൻ പോകാൻ മനസ്സില്ലാതെ നിൽക്കുക. ഒരു ദിവസം എന്ത് ചെയ്തു, ഈ സഹോദരൻ അവരുമായിട്ട് ചേർന്ന് എനിക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഒരു ദിവസം, ഞാൻ അറിയുന്നില്ല, അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒരു ദിവസം എനിക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അവരെല്ലാരും. ആ ദിവസം ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ട്. ഞാൻ ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന്, ഞാൻ അതുവരെയും സത്യം പറഞ്ഞാൽ ഈ യേശുവിനെ അറിയുന്നവരെ ആഗ്രഹിച്ചത് മരിക്കാനാ. ജീവിക്കണം എന്ന് ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചില്ല. മരിച്ചാൽ മതി എന്ന് ആഗ്രഹിച്ച ആളായിരുന്നു ഞാൻ. അപ്പൊ അന്ന് ട്യൂഷൻ ഞാൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് മരിക്കുന്ന പോലെ ഒരു അനുഭവം വരിക. എനിക്ക് വേറെ അസുഖങ്ങളൊന്നുമില്ല, ഞാൻ നോർമലാണ്. പക്ഷെ എനിക്കൊരു വയറുവേദന പോലെ വന്നു. ജസ്റ്റ് അത് ചെസ്റ്റ് പെയിൻ പോലെ മേളിലേക്ക് വരുന്നു. ഞാൻ പോയി കിടന്നു. അപ്പൊ എന്റെ അമ്മ വന്നിട്ട് എന്താ പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് എന്തോ ഒരു വല്ലാത്ത ഫീലിംഗ് തോന്നുന്നു എന്ന് പറഞ്ഞു. അമ്മ കരുതി സ്റ്റൊമക് പെയിൻ ആണെന്ന് കരുതി അമ്മ ഏതോ മരുന്ന് എടുക്കാൻ പോയി. പക്ഷെ അതിനുള്ളിൽ എനിക്ക് കരച്ചിൽ വരികയാണ്, എനിക്ക് മരിക്കാൻ പോകുന്ന ഫീലിംഗ്. അപ്പോഴത്തേക്ക് അമ്മ വന്നപ്പോഴേ അമ്മ ഞാൻ കെട്ടിപ്പിടിച്ച് കരയാണ്. അമ്മ എനിക്കിപ്പോ മരിക്കണ്ട എന്ന് പറഞ്ഞ് ഞാൻ കരയുക. എനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുകയാണ്, ഞാൻ മരിക്കാൻ പോകുന്നു. എന്റെ ഹൃദയത്തിനകത്തേക്ക് ഒരു വേദന, ആ ചങ്കിനകത്ത് ഒരു വേദന വന്നിട്ട് ഞാൻ ഇപ്രകാരം കാണുക, ഞാൻ മരിക്കാൻ പോകുന്ന ഒരു ഫീലിംഗ്. ശ്വാസം എനിക്ക് അകത്തേക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഒരു ഇതുപോലെ ശ്വാസം എടുക്കാൻ പറ്റാതെ ഞാൻ ഏങ്ങി വരിക. അപ്പൊ ഞാൻ എന്റെ കട്ടിലേന്ന് ഏങ്ങി ഞാൻ വരുമ്പോ, ശ്വാസത്തിന് വേണ്ടി ഏങ്ങി വരുമ്പോ ഞാൻ 2 വഴി കാണുകയാണ്. ബൈബിളിലെ വചനം പറഞ്ഞ പോലെ, ജീവനും മരണം നിന്റെ മുൻപാകെ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഞാൻ 2 വഴി കാണുക. ഒന്നുകിൽ മരിക്കുക, അല്ലെങ്കിൽ കർത്താവ് പറയുന്നത് അനുസരിക്കുക. അന്ന് ഞാൻ ആദ്യമായി എനിക്ക് കർത്താവ് ഒന്നും പറയാൻ അറിഞ്ഞുകൂടായിരുന്നു. പക്ഷെ ഞാൻ 2 വഴി കാണുന്നു. ഒന്നുകിൽ മരിക്കുക, അല്ലെങ്കിൽ കർത്താവ് പറയുന്നത് അനുസരിക്കുക. ഈ 2 വഴി എന്റെ മുൻപാകെ തെളിഞ്ഞു വരുമ്പോൾ ഞാൻ ഇപ്രകാരം എന്റെ ഹൃദയം കൊണ്ട് പറഞ്ഞു, കർത്താവേ, അങ്ങ് എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിച്ചോളാം. ഇത് ഞാൻ ഹൃദയം കൊണ്ട്, ഉള്ളം കൊണ്ട് ഞാൻ പറയുകയും ഞാൻ നോർമൽ ആകാൻ തുടങ്ങി. എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റും, ഞാൻ നോർമൽ ആകാൻ തുടങ്ങി. അപ്പോൾ തന്നെ വണ്ടി വിളിച്ചു, വണ്ടി എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ നോർമലാണ്. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, ദൈവം എന്നെ ഒന്ന് ടച്ച് ചെയ്തതാണെന്ന് എനിക്ക് മനസ്സിലായി, അല്ലെങ്കിൽ ഒന്ന് സന്ദർശിച്ചാണെന്ന് മനസ്സിലായി. അന്ന് ഞാനൊരു തീരുമാനം എടുത്തു, യേശുവ എന്ത് പറഞ്ഞാൽ ഞാൻ അനുസരിച്ചോളാം എന്നുള്ള തീരുമാനം. ആ ആഴ്ചയിൽ തന്നെ ഞാൻ അവരുടെ വീട്ടിൽ, ഈ പറഞ്ഞ പാസ്റ്ററിന്റെ വീട്ടിലേക്ക്, ആരും എന്നെ ഫോഴ്സ് ചെയ്തില്ല, ആരും എന്നോട് പറഞ്ഞില്ല. പക്ഷെ ഈ അനുഭവത്തിന് ശേഷം നെക്സ്റ്റ് 2 days കഴിഞ്ഞപ്പോൾ ഞാൻ അവരുടെ വീടിന്റെ സൈഡിലേ വന്നുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ എന്റെ കാലം അവരുടെ വീട്ടിലോട്ട് എങ്ങനെ പോയെന്ന് എനിക്ക് ഇപ്പോഴും അറിഞ്ഞൂടാ. അങ്ങ് കയറി ചെന്നു. അവിടെ ചെന്ന് അവരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു, സംസാരിച്ചു. പാസ്റ്റർ ബിനോയ് ഇപ്പോഴും അദ്ദേഹം റാഫ മിറക്കിൾ വർഷിപ്പ് സെന്ററിന്റെ ചർച്ചിൽ ആയിരിക്കുന്നു. സിസ്റ്റർ ജെയിൻ, അവർ രണ്ടുപേരുമാണ് എന്നെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു ബലപ്പെടുത്തി. കർത്താവിനെ പറ്റി ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. ഇതെല്ലാം ഞാൻ രഹസ്യമായിട്ട് പോകുന്നു, ആരും അറിയാതെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്രകാരം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോ നെക്സ്റ്റ് സൺഡേ ഞാൻ ആരാധനയ്ക്ക് വേണ്ടി പോകാൻ തീരുമാനം. ആരാധനയ്ക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ ഞാൻ ഇപ്രകാരം പറഞ്ഞു, യേശുവേ, ഞാൻ അങ്ങേ ആരാധിപ്പാനായിട്ട് പുറപ്പെടുക. ആരും അറിയാതെ പോകുന്നേ, ആരോടും പറയാതെ എന്ന് പോകുന്നത്. വേറെ കൂട്ടുകാരുടെ കല്യാണമോ അതിനു വേണ്ടി പോവാന്ന് പറഞ്ഞ പോകുന്നത്. ഞാൻ ആരോടും പറയാതെ പോകുന്നേ. ഞാൻ ഇറങ്ങുകയാണ്. പക്ഷെ എന്നെങ്കിലും ഇത് പിടിക്കപ്പെട്ടാൽ, എന്നെങ്കിലും ഈ ആരാധനയ്ക്ക് പോക്ക് പിടിക്കപ്പെട്ടാൽ അന്ന് ഞാൻ ഈ പരിപാടി എല്ലാം നിർത്തിയിരിക്കും എന്ന് യേശുവിനോട് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങി പുറപ്പെടുന്നത്. പക്ഷെ കർത്താവ് ഇതുവരെയും നിർത്തിയില്ല എന്നുള്ളതാണ്. ആരാധനയ്ക്ക് ഇറങ്ങി കടന്നു പോയി, അവിടെ ചെന്ന് ആരാധിച്ചു. അതൊന്നും എനിക്ക് ആദ്യം ഒന്നും അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഇവർ ആരാധിക്കുന്നു, പാടുന്നു. പക്ഷെ ചർച്ചിൽ കടന്നു ചെല്ലുമ്പോഴെല്ലാം
അവർ അന്യഭാഷയിൽ അതർ ടങ്ങിൽ അവർ വേറെ ഭാഷയിലെല്ലാം പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം കേട്ടപ്പോൾ ഇതൊക്കെ ഉള്ളതാണോ? ഇതെന്റെ സംശയമായിരുന്നു. ഞാൻ വീട്ടിൽ വന്നൊരു ദിവസം വീട്ടിൽ ഇരിക്കുമ്പോൾ ഇപ്രകാരം ചോദിച്ചു, യേശുവിനോട് ചോദിച്ചു, യേശു ഇവരെല്ലാം വേറെ ഭാഷയിലൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഇത് ശരിയാണോ? ഇത് ശരിയാണെങ്കിൽ എനിക്ക് വേണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് എനിക്ക് വേണ്ട. അപ്രകാരം ഞാൻ വീട്ടിൽ നിന്ന് അതും യേശുവിനോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ ഞാൻ വീട്ടിൽ കിടന്നുകൊണ്ട് ഞാൻ ഇതിങ്ങനെ ചിന്തിക്കുക, ശരിയായിരിക്കും ഇവരിങ്ങനെ പ്രാർത്ഥിക്കുന്നത്, സത്യമാണോ അല്ലയോ? ഇതെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ തലമേൽ എന്തോ വന്ന് ഇറങ്ങിയ ഒരു ഫീലിംഗ് എനിക്ക് തോന്നുക. ഞാൻ വേഗം എഴുന്നേറ്റിരുന്നു, എന്റെ ബെഡിൽ എഴുന്നേറ്റിരുന്നിട്ട് ഞാൻ ഇങ്ങനെ ഇതെന്താന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക തന്നെ ഹൃദയത്തിനകത്തേക്ക് ആ തലമേൽ വന്നിരിക്കുന്ന എന്തോ ഒന്ന് വീണ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അത് ഒഴുകി ഇറങ്ങി എന്റെ ഹൃദയത്തിനകത്തേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു ഫീലിംഗ്. ഹൃദയത്തിനകത്ത് ആർക്കും തരാൻ പറ്റാത്തൊരു വലിയ സന്തോഷം ഇറങ്ങി വരുന്ന ഒരു അനുഭവം. ഭയങ്കരമായ ഒരു സന്തോഷത്തോടെ ഒരു സമാധാനം എന്റെ ഹൃദയത്തിനകത്ത് നിറയുന്ന ഒരു അനുഭവം. അപ്പോൾ തന്നെ ഞാൻ ഏതോ ഒരു വേറൊരു വേർഡ് എന്റെ മനസ്സിൽ ഇങ്ങനെ വരും, 1-2 വേർഡുകൾ എന്റെ ഉള്ളിൽ വരുന്നു. അപ്പൊ ഞങ്ങൾക്ക് അത് അന്യഭാഷയായിരിക്കും, ഈ അഭിഷേകം എന്നൊക്കെ പറയുന്ന ഇതായിരിക്കും എന്നെല്ലാം ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഹൃദയത്തിനകത്ത് വരുന്ന ഈ സമാധാനം, ഈ സന്തോഷം എനിക്ക് ആരോടും പറഞ്ഞറിയിക്കാൻ വയ്യ. അതുപോലെ ഈ ലോകത്തിൽ എന്ത് തരാമെന്ന് പറഞ്ഞാലും കിട്ടാത്ത വലിയൊരു സന്തോഷവും ഒരു സമാധാനവും എന്റെ ഹൃദയത്തിനകത്ത് നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്ന ഫീലിംഗിലേക്ക് ഞാൻ അന്ന് വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇപ്രകാരം അന്യഭാഷയുണ്ട്, അഭിഷേകം എന്ന് പറഞ്ഞതൊക്കെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അന്യഭാഷ വന്നു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വന്നു കഴിഞ്ഞപ്പോൾ യേശു കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പൊ ഇത് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരിക്കലും ഇല്ലാത്ത ഒരു ധൈര്യം, ഒരു ശക്തി. അതുവരെ ഞാൻ ചിന്തിച്ചു, ആരെങ്കിലും എന്നോട് എതിർത്ത് പറഞ്ഞാൽ അപ്പോൾ ഇതെല്ലാം നിർത്തി പ്രാർത്ഥന എല്ലാം നിർത്താമെന്ന് ചിന്തിച്ചിരുന്ന ഞാൻ, ഈ ശക്തി എന്റെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ധൈര്യം, ഈ ലോകം മുഴുവൻ എതിർത്ത് വന്നാലും ധൈര്യത്തോടെ നിൽക്കാം, യേശുവിന് വേണ്ടി നിൽക്കാം എന്നുള്ള ധൈര്യം എന്റെ ഉള്ളത്തിൽ ദൈവം തരുവാനിടയായി. അപ്രകാരം അടുത്ത സൺഡേ ഞാൻ കടന്നുപോയി. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അറിഞ്ഞു, എന്റെ വീട്ടുകാരും നാട്ടുകാരും ബന്ധുക്കളെല്ലാം ഞാൻ പോകുന്ന കാര്യം അറിഞ്ഞു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പക്ഷെ നെക്സ്റ്റ് സൺഡേ ഞാൻ തീരുമാനിച്ചു, ഇല്ല എന്തായാലും പോകാം എന്ന് കരുതി റെഡിയായി ഇറങ്ങാൻ തുടങ്ങിയപ്പോ എന്റെ പിതാവിനോട് ചോദിച്ചു, നീ എവിടെ പോവാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛൻ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് ഇങ്ങനെ പോകുവാന്ന് പറഞ്ഞു. നീ എവിടെയും പോകണ്ട, പ്രാർത്ഥിക്കാൻ എവിടെയും പോകണ്ട എന്ന് പറഞ്ഞു. അതുവരെ എന്റെ പിതാവ് എന്നെ അടിച്ചിട്ടില്ല. എന്റെ കവിളത്ത് ശക്തമായൊരു അടി അടിച്ചിട്ട് ഞാൻ എന്നെ പിടിച്ചു വലിച്ച് അവിടെ ഇരിക്കുന്ന ഒരു നിലവിളക്കിന്റെ അടുത്ത് കൊണ്ടുപോയി എന്നെ അവിടെ കൊണ്ടുപോയി ഇരുത്തി. പക്ഷെ ആ അടി ലഭിക്കുമ്പോ ഞാൻ ചിന്തിക്കുകയാണ്, ആ അടി എന്റെ ദേഹത്താണോ കൊണ്ടുവന്ന് എനിക്ക് ഇന്നും സംശയം. കാരണം ഒരു ഷീൽഡ് വെച്ചിട്ട് ആ ഷീൽഡിലേക്ക് വന്ന് അടിച്ചതുപോലെ എനിക്ക് ഫീൽ ചെയ്ത് ആ അടി എന്റെ മേലെ ഏറ്റതായിട്ട് എനിക്ക് ഫീലിംഗേ വന്നില്ല. എന്നെ അവിടെ കൊണ്ടുപോയി ഇരുത്തി, ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞ് എന്നെ ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞു. പിന്നെ റൂമിനകത്ത് കൊണ്ടുപോയി എന്നെ അടച്ചിട്ടു, എന്നെ പുറത്ത് വിടുകയില്ല എന്ന് പറഞ്ഞിട്ട്. കാരണം MSc കഴിഞ്ഞിരിക്കുന്ന സമയമാണ്, ഞാൻ എങ്ങും പോകുന്നില്ല, വീട്ടിൽ തന്നെ ഉണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒറ്റ സൺഡേ എന്നെ പുറത്ത് വിടില്ല, വേറെ ഇങ്ങോട്ട് എന്നെ വിടുന്നില്ല. എന്നെ മാറ്റാൻ വേണ്ടി പലരെ കൊണ്ട് സംസാരിപ്പിച്ചു, ഇതെല്ലാം ചെയ്തു നോക്കി. പക്ഷെ ഞാൻ പറഞ്ഞു, യേശുവാ ജീവിക്കുന്ന ദൈവം, ഞാൻ ജീവിക്കുന്നെങ്കിൽ യേശുവിന് വേണ്ടിയേ ജീവിക്കുന്നുള്ളൂ. എന്നെ കൊന്നാലും വേണ്ടില്ല, മരിച്ചാലും വേണ്ടില്ല. പൗലോസ് പറഞ്ഞു, മരിക്കുന്ന എനിക്ക് ലാഭവും ജീവിക്കുന്ന എനിക്ക് ക്രിസ്തുവും ആകുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം ദൈവം എന്നെയും ബലപ്പെടുത്തി. അതിനിടയ്ക്ക് എന്നെ പലതരത്തിലും അപ്പോഴെല്ലാം ഞാൻ കർത്താവിനോട് പറഞ്ഞ കാര്യം ഇത്, കർത്താവ് അവരെല്ലാം എന്നെ കൊന്നാലും എനിക്ക് സന്തോഷമുള്ളൂ, കാരണം ഞാൻ അങ്ങയുടെ അടുക്കൽ എത്തും, സ്വർഗത്തിലെത്തും. പക്ഷെ ഇവിടെ ജീവിക്കുന്നുവെങ്കിൽ കർത്താവിന്റെ കൂടെയുള്ള ജീവിതം മതി, അല്ലാതൊരു ജീവിതം എനിക്ക് വേണ്ട. അപ്രകാരം തീരുമാനം എടുക്കാനെല്ലാം കർത്താവ് എന്നെ ബലപ്പെടുത്തി. എനിക്ക് വേണ്ടി അനേകർ ആ സമയത്ത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എന്റെ സഭയിലെ ജനമെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കടന്നുപോയ സഭയിലെ മെയിൻ പാസ്റ്റർ റോയിപ്പോൾ പാസ്റ്ററാണ് എന്നെ ബലപ്പെടുത്തി പിന്നെയും എന്നെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുകയെല്ലാം ചെയ്തത്. അദ്ദേഹം എനിക്ക് വേണ്ടി 40 ദിവസങ്ങൾ, പല പ്രാവശ്യം 40 ദിവസം ഉപവാസം ഇരുന്നു, 20 ദിവസങ്ങൾ ഉപവാസം ഇരുന്നു. അനേക ഉപവാസങ്ങൾ അദ്ദേഹം എനിക്ക് വേണ്ടി ഇടുപ്പാനിടയായി തീർന്നു. അങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരുന്നു. ദിവസങ്ങൾ കടന്നു പോകുന്നു, എന്നെ പുറത്തേക്ക് വിടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇടയിലെല്ലാം ഒത്തിരി സ്ട്രഗിൾസുകളെല്ലാം കടന്നുപോയി, അനേക കഷ്ടത്തിലൂടെ എല്ലാം കടന്നു പോയെങ്കിലും ടീച്ചറുടെ അനുഭവം ആയിരുന്നെങ്കിൽ അപ്പോഴെല്ലാം കർത്താവ് കൂടെ ഇരിക്കുന്ന അനുഭവമായിരുന്നു. ആദ്യമായിട്ട് ദൈവശബ്ദം ഈ പാസ്റ്റർ ചേച്ചി എന്നോട് വൈഫ് എന്നോട് പറയുമായിരുന്നു, ധന്യോട് ദൈവം സംസാരിക്കും, ദൈവശബ്ദം നമ്മുടെ കാതുകളിൽ കേൾക്കാൻ പറ്റും എന്നൊക്കെ പറയുമായിരുന്നു. അപ്പോഴെല്ലാം ഞാൻ ഇങ്ങനെ കാത് കൂർപ്പിച്ചിരിക്കും, ദൈവം എന്നോട് സംസാരിക്കുന്നുണ്ടോ, അങ്ങനെ സംസാരിക്കുവോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അന്നൊന്നും ഒരു ശബ്ദവും ഞാൻ കേട്ടില്ല. പക്ഷെ ഈ കഷ്ടത്തിന്റെ നടുവിൽ അനേക ദൈവശബ്ദം കേൾപ്പാനിടയായി. ഒരു ദിവസം ഞാൻ ഇങ്ങനെ എന്റെ ബെഡിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ സന്ധ്യാസമയം, രാത്രിയാകുന്ന സന്ധ്യാസമയത്ത് ബെഡ് ചാരി എന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. തലയിൽ തുണിയിട്ടൊന്നും പ്രാർത്ഥിക്കാൻ പറ്റില്ല, ആരും കാണാതെ ഞാൻ അങ്ങനെ ജസ്റ്റ് ചുമ്മാ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാത്രി കുറച്ച് ലേറ്റായി, കറണ്ട് പോയി, മൊത്തം ഇരുട്ട്. ആ സമയത്ത് ഞാൻ ഇപ്രകാരം എന്റെ അമ്മ അപ്പുറത്തുണ്ട്,
അപ്പം ഇങ്ങനെ ഇരിക്കുമ്പം എനിക്ക് ഫീൽ ചെയ്യുവാണ് ഈ ഇരുട്ടിനകത്ത് എന്നെ എവിടേക്കോ ആരോ കൈ ഉയർത്തിക്കൊണ്ടുപോവുക. ഭയങ്കരമായിട്ട് ഞാൻ ബെഡിൽ ഇരിക്കുന്നുവെങ്കിലും എനിക്ക് ഫീൽ ആകുന്നു ഞാൻ ഞാൻ നോർമൽ സ്ഥിതിയിലെ ഉറക്കത്തിലല്ല, നന്നായിട്ട് ഇരിക്കുക, എനിക്ക് നന്നായിട്ട് അറിയാം, നല്ല ബോധത്തോടെ ഇരിക്കുന്നത്. പക്ഷെ എന്നെ എവിടേക്കോ ഉയർത്തിക്കൊണ്ടു പോകുന്ന ഒരു ഫീലിംഗ് ഞാൻ അനുഭവിക്കുക, എന്റെ ഉള്ളിൽ ഞാൻ അനുഭവിക്കുക. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചോദിക്കുക, ദൈവമേ എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? വെറും നിസ്സാരിയായ ഞാൻ എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? ഒത്തിരി വലിയ ആൾക്കാരൊക്കെ ഉണ്ട്, എന്നെ കൊണ്ടുപോകുന്നേ എന്ന് ഞാൻ ചോദിക്കുകയും ഞാനൊരു സൗണ്ട് കേൾക്കുക. ഞാൻ ബാലനല്ലോ എന്ന് നീ എന്നോട് പറയരുത്. ഈ വാക്കാ ഞാൻ കേൾക്കുന്നത്. ഞാൻ ബാലനല്ലോ എന്ന് നീ എന്നോട് പറയരുത് എന്ന സൗണ്ട് കേൾക്കുകയും കറണ്ട് വരികയും ഒരുമിച്ചായിരുന്നു. ഞാൻ ഈ സൗണ്ടിനെ ശ്രദ്ധിച്ചു. എന്താ ഈ പറഞ്ഞ? ഞാൻ കേട്ടിട്ടില്ല, എനിക്കറിയില്ല എന്താ ഈ പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ കുറച്ചു നേരം ചിന്തിച്ചിട്ട് എന്റെ പില്ലോയുടെ അടിയിൽ ബൈബിള് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബൈബിൾ ഞാൻ എടുത്ത് ചുമ്മാ ഓപ്പൺ ചെയ്തു, വെറുതെ അങ്ങ് ഓപ്പൺ ചെയ്തു. വെറുതെ ഓപ്പൺ ചെയ്തപ്പോ ഓപ്പൺ ആയി വരുന്ന യിരെമ്യാവിന്റെ പുസ്തകമാണ്. അത് ഞാൻ ഇങ്ങനെ വായിച്ചു വരുമ്പോൾ, നിന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞു, ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ ഞാൻ കാണുകയാണ്, ഞാൻ ബാലനല്ലോ എന്ന് നീ എന്നോട് പറയരുത്. ഞാൻ നിന്നെ അയക്കുന്ന ഏവന്റെ അടുക്കൽ നീ പോവുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെ സംസാരിക്കുകയും വേണം. ആ കേട്ട ശബ്ദം അതേപടി ഈ ബൈബിളിൽ കിടക്കുന്നു. അപ്പോൾ അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, ദൈവത്തിന്റെ ശബ്ദമുണ്ട്, ദൈവശബ്ദമുണ്ട്, ദൈവം സംസാരിക്കും, ദൈവം ജീവിക്കുന്ന ദൈവം, ആ ദൈവം നമ്മളോട് സംസാരിക്കുമെന്ന് അന്ന് എനിക്ക് മനസ്സിലായി. അപ്രകാരം ഓരോ കഷ്ടങ്ങൾ വരുമ്പോഴും ഞെരുക്കങ്ങൾ വരുമ്പോഴെല്ലാം ദൈവശബ്ദം കേൾപ്പാൻ കർത്താവിന്റെ നടുവിലിടയായി ദൈവം എനിക്ക് അവസരം നൽകി. അങ്ങനെ 4 വർഷത്തോളം പിന്നെ എന്നെ സൺഡേസ് എന്നെ പുറത്ത് വിടുകയില്ല. ഞാൻ വീടിനകത്ത് തന്നെയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരു ജോലിക്ക് വേണ്ടി ഒത്തിരി ട്രൈ ചെയ്തു. എനിക്ക് ചർച്ചിൽ പോകാൻ പറ്റില്ല, അവരുമായിട്ടൊന്നും കോണ്ടാക്ട് ഇല്ല, ആരുമായിട്ടും കോണ്ടാക്ട് ഇല്ല. ആ കൂടെ കോണ്ടാക്ട് ഉള്ള കർത്താവിനോട് മാത്രമാണ്. കർത്താവ് മാത്രമേ എന്നെ ബലപ്പെടുത്താനുള്ളൂ. ഈ സിറ്റുവേഷനിൽ ആരും എന്നെ ബലപ്പെടുത്താനില്ല. എല്ലാവരും എന്നെ കർത്താവിനെ അകറ്റാൻ ശ്രമിക്കുമ്പോഴെല്ലാം കർത്താവ് തന്നെ കൂടെ ഇരുന്ന് ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ഈ ദിവസങ്ങളൊക്കെയും കടന്നു പോകുമ്പോൾ ഒരു ജോലിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ചെറിയ പ്ലേ സ്കൂളിൽ ടീച്ചറായിട്ട് ഏത് ജോലിയാണെങ്കിലും വേണ്ടില്ല. MSc കഴിഞ്ഞ ആളാണ്, നല്ല ഹൈ ഇതിലും മാർക്കെല്ലാം പാസ്സായി, എനിക്ക് B.Ed അഡ്മിഷൻ കിട്ടി. പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല. പല സാഹചര്യങ്ങളുടെ എല്ലാം കടന്നു പോയതുകൊണ്ട് എനിക്ക് പലതിലും പിന്നെ മുന്നോട്ട് പോകാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കുമ്പം ഈ പ്ലേ സ്കൂളിൽ ജോലി കിട്ടി, അവിടെ ഞാൻ കടന്നുപോയി. അതുവരെ ഞാൻ സ്നാനപ്പെട്ടിട്ടില്ലായിരുന്നു. അവിടെ പോയിക്കൊണ്ടിരുന്നപ്പോ എന്റെ ഉള്ളത്തിൽ എനിക്ക് പ്രേരണ ഒന്ന് സ്നാനപ്പെടണം എന്നുള്ളത്. അന്നും അതിന്റെ ഇടയ്ക്ക് ആരും അറിയാതെ പ്ലേ സ്കൂളിൽ പോകുന്നതിന്റെ ഇടയ്ക്ക് എന്നെ ആരും സ്നാനപ്പെടുത്തില്ലായിരുന്നു. എന്റെ പാസ്റ്റർ പറഞ്ഞ് സ്നാനപ്പെടുത്താൻ പറ്റില്ല, തന്നെ വിഷയങ്ങളാണ്, കാരണം എന്തെങ്കിലും വിഷയം ഉണ്ടായാൽ പ്രശ്നമാവും. പലയിടത്തും ഞാൻ പല പാസ്റ്റേഴ്സിനോടും ചോദിച്ചു, അവരാരും എന്നെ സ്നാനപ്പെടുത്താൻ തയ്യാറായില്ല. കാരണം അതുപോലെ ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കുക, എന്റെ വീടിന്റെ ചുറ്റുപാടുകൾ എല്ലാം ഇഷ്യൂസിനകത്ത്. അതുകൊണ്ട് ഒരിക്കലും അവർ ചെയ്യാൻ തുനിഞ്ഞില്ല. ഞാൻ എറണാകുളത്ത് ഒരു പാസ്റ്ററെ അപ്രോച്ച് ചെയ്തു. അദ്ദേഹം സ്നാനപ്പെടുത്താം എന്ന് പറഞ്ഞു. ഒരു ദിവസം ഫിക്സ് ചെയ്തു. തലേ ദിവസം വിളിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല, തന്നെ സ്നാനപ്പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം ഞാൻ ഇപ്രകാരം ആയതുകൊണ്ട് അവർക്ക് എല്ലാം ഒരു ധൈര്യം, എന്താ പറയാ, എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായെങ്കിലും ഒന്ന് അതുകൊണ്ടായിരിക്കണം. അതിനുശേഷം കോലഞ്ചേരിയിലെ ഒരു ദേവദാസൻ, അദ്ദേഹം എന്നെ സ്നാനപ്പെടുത്താനായിട്ട് മുതിർന്നു വന്നു. ഒരു മലങ്കര ചർച്ച. എനിക്ക് എവിടെയാണെങ്കിലും വിഷയമില്ല, എവിടെയാണെങ്കിലും പോയി സ്നാനപ്പെട്ടാൽ മതി എന്ന് എനിക്ക് ഉള്ളത്തിൽ നിൽക്കാൻ വയ്യ, സ്നാനപ്പെട്ടേ പറ്റൂ. അങ്ങനെ പോയി ആരും അറിയാതെ പോയി രഹസ്യത്തിൽ പോയി സ്നാനപ്പെട്ടു. ഇതെല്ലാം അതിന്റെ ഇടയ്ക്ക് നടന്നുകൊണ്ടേയിരുന്നു. പിന്നെ എനിക്ക് അവിടുന്ന് വേറെ സ്കൂളിലേക്ക് ജോലി കിട്ടി, വേറെ കോളേജിൽ ജോലി കിട്ടി. അങ്ങനെ ജോലിയിൽ ഒരു സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരുന്നു. എങ്ങനെയെങ്കിലും രഹസ്യത്തിൽ ഏതെങ്കിലും അവസരം കിട്ടിയ ഇടയ്ക്ക് ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകും, ആരും അറിയാതെ രഹസ്യത്തിൽ അങ്ങനെ എല്ലാം പോയിക്കൊണ്ടിരുന്നു. ആ ഇടയ്ക്ക് എനിക്ക് കല്യാണാലോചനകളെല്ലാം വരാൻ തുടങ്ങി, വിവാഹാലോചന എല്ലാം വന്നു. അപ്പോഴെല്ലാം ഞാൻ പറഞ്ഞില്ല, യേശുവിനെ വിശ്വസിക്കുന്ന ഒരാളും മതി. പല കല്യാണാലോചന വന്നപ്പോൾ എന്റെ പിതാവ് എന്നെ ധാരാളം അതിന് വേണ്ടി വഴക്ക് പറഞ്ഞു. എന്റെ അമ്മ, എന്റെ സഹോദരൻ, എല്ലാവരും എന്നെ അതിനെതിരെ നന്നായിട്ട് വഴക്ക് പറഞ്ഞു. എന്റെ ഒരു കല്യാണാലോചന വന്നപ്പോൾ എന്റെ അച്ഛൻ ചോദിച്ചു, നിനക്കിനി ആരെ കൊണ്ടുവന്നാൽ നീ കെട്ടി, ഏത് കോടീശ്വരനെ കൊണ്ടുവന്നാൽ നിനക്ക് കെട്ടാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു കോടീശ്വരനെ വേണ്ട, യേശുവിനെ അറിയുന്ന ഒരാളും മതി എന്ന് പറയുവാൻ ദൈവം എന്നെ ബലപ്പെടുത്തി. അങ്ങനെ എന്റെ ഇളയവരുടെ വരെ കസിൻ സിസ്റ്റേഴ്സിന്റെ എല്ലാം കല്യാണങ്ങൾ നടക്കുന്നു. ഞാൻ ഇങ്ങനെ നിൽക്കുന്നു. ഞാൻ അപ്പൊ ഒരു തീരുമാനം എടുത്തു. എന്റെ 25 വയസ്സാ സമയത്ത് ഞാൻ പറഞ്ഞു, യേശുവേ, ഞാൻ ഇങ്ങനെ നിന്ന് കല്യാണം കഴിയാതെ മൂത്ത് നരച്ച് ഇങ്ങനെ പോയാലും വേണ്ടില്ല, എനിക്ക് യേശുവിനെ അറിയാത്ത ഒരാളുമായിട്ടുള്ള വിവാഹം എനിക്ക് വേണ്ട. ഞാൻ കർത്താവിനോട് അപ്രകാരം പറഞ്ഞു. പിന്നെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, അതുവരെയും കല്യാണം കഴിക്കണം എന്നൊരു ചിന്ത എനിക്കില്ല. പക്ഷെ എനിക്ക് ഈ വിടുതൽ, എനിക്കൊരു മാറ്റം വരണം, ഈ സൺഡേസിന് കടന്നു പോകാൻ സാധ്യമാകണമെങ്കിൽ എനിക്കൊരു വിടുതൽ വന്നേ പറ്റൂ. അതിന് വിവാഹം അല്ലാതെ വേറൊരു വഴി ഞാൻ കാണുന്നില്ല. കാരണം പല ജോലിക്ക് വേണ്ടി ഞാൻ ട്രൈ ചെയ്തു, അതൊന്നും കിട്ടുന്നില്ല. അങ്ങനെയെങ്കിൽ ഒരു വിവാഹം എനിക്ക് വേണമല്ലോ എന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, പല ഡിമാൻഡായിട്ട് പറയുന്ന എന്റെ ഹൃദയത്തിനകത്തുനിന്ന് ഞാൻ പറഞ്ഞ കാര്യമോ കർത്താവിനോട്, ഐശ്വര്യ, ഞാൻ ഒരു ഹിന്ദു നായർ കുടുംബത്തിൽ ജനിച്ചു വളർന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതേ സെയിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരാളെ കർത്താവ് എനിക്ക് തരണം. കാരണം വേറെ ആർക്കും, വേറെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഇവർക്ക്, എന്റെ റിലേഷൻസ് ആർക്കും അംഗീകരിക്കാൻ പറ്റില്ല. സോ അതുകൊണ്ട് എനിക്ക് എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തന്നെ, അപ്പൊ എന്നെ ചൂസ് ചെയ്ത ദൈവം എനിക്ക് വേണ്ടി ആരെയോ എവിടെയോ ചൂസ് ചെയ്തിട്ടുണ്ടാവും. ഷുവർലി ഞാൻ അത് വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ ആ വ്യക്തിയെ തന്നെ എനിക്ക് എന്റെ ജീവിത സഖിയായിട്ട് തരണം.
മാത്രമല്ല എന്നെ പോലെ തന്നെ സെയിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരാളായിരിക്കണം. അവരെല്ലാം കുടുംബമായിട്ട് ഫാമിലി ആയിട്ട് എല്ലാം ഇതുപോലെ വിശ്വാസമുള്ളവരായിരിക്കണം. പിന്നെ ഞാൻ MSc വരെ പഠിച്ച് അത്യാവശ്യം നന്നായിട്ട് പഠിച്ച് നല്ല മാർക്കോടെ വന്നയാളാണ്. അപ്പം അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ആളായിരിക്കണം. കാണാൻ കൊള്ളിരുന്ന ഒരാളും പറയരുത്, ദൂരേന്ന് വരണം, അകലേന്ന് കാരണം അടുത്തുനിന്ന് വന്നാൽ ഞാൻ സ്നേഹിച്ചിരിക്കുക എന്നാണ് എല്ലാ നാട്ടുകാരും മൊത്തം പറയുന്നത്. ഏതോ ക്രിസ്ത്യൻ ചെറുക്കനെ സ്നേഹിച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവെ അടുത്തുനിന്ന് വരരുത്, അകലേന്ന് വരണം. അപ്രകാരം ഒരു 5-8 ഡിമാൻഡ് പറഞ്ഞ് കർത്താവിനോട് ഞാൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നു. ആളുകൾ ചോദിച്ചുകൊണ്ടേയിരുന്നു, പക്ഷെ ഒന്നും നടക്കുന്നില്ല. ആരെന്റെ കല്യാണം നടത്താനാ? നോക്കിയാൽ ശൂന്യത മാത്രം, മുൻപിൽ ഒന്നുമില്ല, ശൂന്യതയല്ലാതെ മറ്റൊന്നുമില്ല. ആരെന്റെ കല്യാണം നടത്തും? ആരും എന്റെ കല്യാണം നടത്താനില്ല. എന്റെ മാതാപിതാക്കൾ നടത്തില്ല, എന്റെ ബന്ധുക്കൾ നടത്തില്ല, എന്റെ ചർച്ചക്കാർക്ക് അല്ലെങ്കിൽ പാസ്റ്ററിന് വീട്ടിനകത്തോട്ട് വരാൻ പറ്റുകയില്ല, വീട്ടിന്റെ സമീപത്ത് കൂടി വരാൻ പറ്റുകയില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആരെന്റെ കല്യാണം നടത്താൻ? എനിക്ക് ഒരു കല്യാണ ജീവിതം ഉണ്ടാവുമോ എന്ന് പോലും സ്വപ്നം കാണാൻ പോലും ആക്ച്വലി എന്നെ കൊണ്ട് പറ്റുന്ന സാഹചര്യമല്ല. പക്ഷേ ഞാൻ യേശുവിനോട് പറയുവാണ്, കർത്താവേ, ഇപ്രകാരമായിരിക്കണം എന്റെ ജീവിത സഹി. എന്റെ കല്യാണം നടക്കുമ്പോൾ സുവിശേഷം അതുപോലെ സുവിശേഷം അവിടെ സ്പ്രെഡ് ചെയ്യപ്പെടണം. ഇതൊക്കെയായിരുന്നു എന്റെ ആഗ്രഹങ്ങൾ. പക്ഷെ എങ്ങനെ നടക്കാനാ? എന്റെ പല ഫ്രണ്ട്സ്, എന്റെ നാട്ടിലെ ഒരു ചേട്ടൻ എന്റെ അടുത്ത് പറഞ്ഞു, മോളെ നിന്റെ ജീവിതം നശിച്ചു പോയല്ലോ എന്ന് വരെ എന്റെ അടുത്ത് പറയാനിടയിൽ. പലരും പറഞ്ഞു, നിന്നെ ആര് കിട്ടും? ഇത്രയും ചീത്തപ്പേര് കേൾപ്പിച്ച നിന്നെ ആര് കിട്ടും? ഇങ്ങനെ നാളുകൾ കടന്നുപോയി. ആത്മീയ ജീവിതത്തിൽ ഇങ്ങനെ ആരാധനയ്ക്ക് പോകാൻ പറ്റുന്നില്ല. ഇങ്ങനെ ജോലിക്ക് പോകുന്നു വരുന്നു. ഒരു ദിവസം ജോലിക്ക് പോയിട്ട് ഞാൻ തിരിച്ചു വരുമ്പോ എന്റെ വീടിന്റെ അടുത്തൊരു അമ്പലമുണ്ട്. അതിന്റെ ഗ്രൗണ്ടിൽ കൂടെ ഞങ്ങൾ വീട്ടിലേക്ക് വരേണ്ടത്. ആ ഗ്രൗണ്ടിലൂടെ ഞാൻ ഇങ്ങനെ നടന്നു വരുമ്പോൾ പലരും അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം നിന്ന് എന്നെ പറ്റി എന്തോ പറഞ്ഞിരിക്കുന്നുണ്ട്. അതെല്ലാം എനിക്ക് കാണാൻ, ഞാൻ ഇങ്ങനെ നടന്നു വരുമ്പോൾ എന്റെ തല കുനിച്ച് നടന്നു വരുന്നത്. എനിക്ക് ഭയങ്കര വിഷമം. എന്റെ ജീവിതം എന്താകും, എന്റെ ഫ്യൂച്ചർ എന്താകും എന്നെല്ലാം ചിന്തിച്ച് ഭയങ്കര ഭാരത്തോടെ ഞാൻ ഇങ്ങനെ തല കുനിച്ച് നടന്നു വരുമ്പോൾ ഞാൻ ഇപ്രകാരം PG വർഗീസിന്റെ ബുക്കിൽ ഇപ്രകാരം വായിച്ചിട്ടുണ്ട്, നിങ്ങൾ ഭാവന കാണണം, ഭാവന കണ്ടാൽ ചിലതെങ്കിലും നടക്കുമെന്ന് പറഞ്ഞ് വായിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ധൈര്യം എന്റെ മേൽ ഇങ്ങനെ വന്നിട്ട് ഞാൻ ഇങ്ങനെ തല ഉയർത്തിയിട്ട് ഞാൻ പറഞ്ഞു, കർത്താവേ, ഈ ഗ്രൗണ്ടിലൂടെ, വചനം എഴുതി വെച്ച കാറിലൂടെ, ഈ ഗ്രൗണ്ടിലൂടെ ഞാനും എന്റെ ഭർത്താവും മക്കളുമായിട്ട് ഈ ഗ്രൗണ്ടിലൂടെ ഞാൻ വരും. എങ്ങനെ നടക്കും, ഏത് നടക്കും ഒന്നും എന്റെ മുമ്പാകില്ല. അബ്രഹാം ആശയ്ക്കെതിരെ ആശയോടെ വിശ്വസിച്ചു എന്ന് പറഞ്ഞതുപോലെ ഞാനും വിശ്വസിക്കുക. അങ്ങനെയെങ്കിൽ ഈ ഗ്രൗണ്ടിലൂടെ വചനം ജനമെല്ലാം കാണണം. വചനം എഴുതി വെച്ച കാറിലൂടെ ഞാൻ, എന്റെ കുടുംബം, എന്റെ ഭർത്താവ്, മക്കൾ, ഇതെല്ലാം ഞാൻ ഇങ്ങനെ ഭാവന കണ്ടുകൊണ്ട് ആ ഗ്രൗണ്ടിലൂടെ നടന്നുപോയി. സത്യം പറയട്ടെ, 4 വർഷങ്ങൾക്ക് ശേഷം ഞാൻ എന്ത് ഭാവന കണ്ടോ അതുപോലെ തന്നെ കർത്താവ് ഞങ്ങളെ നടത്തി എന്നുള്ളതാണ് അത്ഭുതം. അപ്രകാരം അങ്ങനെ കടന്നുപോയി. എന്ത് നടക്കാൻ, എങ്ങനെ നടക്കും ഒന്നും അറിയില്ല. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ പല കല്യാണാലോചനകളും വരുന്നു, അതെല്ലാം മാറി മാറി പോകുന്നു. അവസാനം എന്റെ ബ്രദർ എന്റെ അച്ഛനോട് പറഞ്ഞു, ഏതായാലും വേറെ കല്യാണത്തിന് സമ്മതിക്കില്ല, അങ്ങനെയെങ്കിൽ ഏതെങ്കിലും വിശ്വാസികളുടെ കല്യാണത്തെ അങ്ങനെ നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ സമയത്ത് ഒത്തിരി കഷ്ടങ്ങൾ, ഒത്തിരി ശോധനകളുണ്ട്. എന്റെ സഹോദരൻ എന്റെ അടുത്ത് പറഞ്ഞു, യേശുവിനെ സ്വീകരിക്കുവാണെങ്കിൽ അച്ഛനെയും അമ്മയും മറന്നേക്കണം, പിന്നെ ഒരിക്കലും അച്ഛനെയും അമ്മയും ഓർത്തേക്കരുത്, അച്ഛനും അമ്മയും ഇല്ല എന്ന് ഓർത്തോണം. ഇല്ല, യേശുവിനെ വിട്ടിട്ടാണ് ഇതെല്ലാം ഉണ്ട്, ഏത് തിരഞ്ഞെടുക്കുന്നു എന്ന് എന്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ ഞാൻ ചിന്തിച്ചത് പ്രകാരമാണ്, യേശുവിനെ സ്വീകരിച്ചാൽ യേശുവിനെ എന്റെ അച്ഛനെയും അമ്മയും തിരിച്ചു തരാൻ പറ്റും. പക്ഷെ എന്റെ അച്ഛനെയും അമ്മയും സ്വീകരിച്ചാൽ യേശുവിനെ അവർക്ക് തരാൻ പറ്റില്ല. അങ്ങനെയെങ്കിൽ ഞാൻ പറഞ്ഞു, എനിക്ക് യേശുവിനെ മതി, യേശു എനിക്ക് അച്ഛനെയും അമ്മയും എല്ലാം തന്നോളും. അങ്ങനെയുള്ള പല സാഹചര്യങ്ങളും, അങ്ങനെ പറയാം, ഒത്തിരി അനേക സാഹചര്യത്തിൽക്കൂടെ എല്ലാം കടന്നുപോയി. ഒറ്റയ്ക്ക് നിൽക്കുന്ന സാഹചര്യം, 25 വയസ്സ്, എന്തെല്ലാം സാഹചര്യം ഫേസ് ചെയ്യാമോ, ദേശം മുഴുവനും എതിർത്ത് പറഞ്ഞു ഞാൻ ആരും സ്നേഹിച്ചിരിക്കുന്നു, പല അതുവരെ ഞാൻ എല്ലാവർക്കും നല്ലവളായിരുന്നു, നല്ല കൊച്ചു, നന്നായി പഠിക്കുക, എല്ലാം കൊണ്ടും നല്ല പേരായിരുന്നു. പക്ഷെ അതിനുശേഷം എന്റെ പേരുകൾ എല്ലാം അവർക്ക് തോന്നിയ പോലെ എല്ലാം ഓരോന്ന് പറയാൻ തുടങ്ങി. എന്റെ നാട്ടുകാരെല്ലാം നല്ല മനുഷ്യരാണ്, എല്ലാവരും നല്ല ആൾക്കാരാണ്. പക്ഷെ ആ സാഹചര്യത്തിൽ അങ്ങനെ എല്ലാം പറയാനിടയായി. പക്ഷെ അതിന്റെ നടുവിലൊക്കെയും നിൽപ്പാൻ സ്വർഗം കൃപ തന്നു എന്നുള്ളതാണ്. ഞാൻ പ്രാർത്ഥിച്ച് ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് കരയണമെന്നുണ്ട്. പക്ഷെ എന്റെ ഉള്ളിൽ നിന്ന് വരുന്ന കരച്ചിലല്ല. ഇതെല്ലാം കേട്ട് നിങ്ങൾ സന്തോഷിച്ച് ഉല്ലസിച്ചു കൊള്ളുവിൻ എന്ന വചനം എന്റെ മനസ്സിൽ വരുന്നത്. എനിക്ക് എന്റെ ഉള്ളത്തിൽ നിന്ന് വരുന്ന സന്തോഷമോ, പക്ഷെ എനിക്ക് കരയണമെന്നുണ്ട്, എനിക്ക് കരയാൻ പറ്റുന്നില്ല. ഞാൻ അപ്പോൾ പ്രാർത്ഥിച്ച് എന്റെ മാതാപിതാക്കൾക്ക് ഇതെല്ലാം കേൾക്കുമ്പോൾ നിൽക്കാനുള്ള കൃപ കൊടുക്കണമെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചത്. അങ്ങനെ എന്റെ സഹോദരൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്റെ പിതാവ് പറഞ്ഞു, അങ്ങനെയെങ്കിൽ നീ എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ പാസ്റ്റർ അടുത്ത് പറഞ്ഞു, ആലോചിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ പാസ്റ്ററെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ ഇപ്പോൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ ഇങ്ങനെ കല്യാണത്തിന്റെ കാര്യം ആലോചിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അവരോട് പറഞ്ഞു. പാസ്റ്റർ അങ്ങനെ അന്ന് മുതൽ അവർ കല്യാണമൊക്കെ ആലോചിച്ചു. അതിന്റെ ഇടയ്ക്ക് ഒരു കല്യാണാലോചന എനിക്ക് വന്നു. പാസ്റ്റർ ഒരു കല്യാണാലോചന ആദ്യം കൊണ്ടുവന്നു. അത് കുവൈറ്റിൽ എവിടെയുള്ള ഒരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഒരു ആന്റിയുടെ വീട്ടിൽ വെച്ച് കണ്ടു. ഞാൻ യെസ് പറഞ്ഞാൽ മതി, ഓക്കെയാ. അപ്പൊ എന്നോട് പറഞ്ഞു, ധന്യ എന്താ പറയണ്ടേ? ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. അതുവരെ ഞാൻ എന്ത് ചോദിച്ചാലും ആരിൽ നിന്നുമല്ല, എനിക്ക് കർത്താവിൽ നിന്ന് മറുപടി കിട്ടിയാൽ എനിക്ക് ഉറപ്പുള്ളൂ. കർത്താവ് എന്ന് പറയുന്ന വാക്ക് പോലും ഒരു പ്രാവശ്യം എനിക്ക് ദൈവം ഒരു ഇത് തന്നതാണ്. കർത്താവ്
ഒരു പ്രാവശ്യം ഞാൻ കേൾക്കാണ് കർത്താവ് എന്നൊരു വാക്ക് ശരിക്കും ഞാൻ എന്റെ ഹൃദയത്തിൽ ഇത് കേൾക്കുകയാണ്. അപ്പോഴാണ് കർത്താവ് എന്ന വാക്കിന്റെ വലിപ്പം എനിക്ക് മനസ്സിലാകുന്നത്. എല്ലാറ്റിന്റെയും കർത്താവ്, ആ കർത്താവ് എന്ന വാക്ക് എനിക്ക് കിട്ടിയപ്പോൾ എനിക്ക് അതുപോലെ ഒരു എന്താ രക്ഷകർത്താവിനെ കിട്ടിയ ഫീലിംഗ് ആയിരുന്നു. അതുപോലെ ഞാൻ കർത്താവിനോട് ഇപ്രകാരം പറഞ്ഞു, ഈ കർത്താവിനോട് ചോദിച്ചിട്ട് പറയാമെന്ന് അവരോട് പറഞ്ഞു. അപ്പോ ഞാൻ എന്റെ വീട്ടിൽ വന്നിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ഈ കല്യാണാലോചനയ്ക്ക് ഞാൻ എന്താ പറയണ്ടേ, യേശു പറയണം, നോ പറയണം, എന്ത് കാര്യം തീരുമാനിക്കുന്നതിന് മുന്നേ കർത്താവിനോട് ചോദിച്ചിട്ട് അത് ദൈവത്തിൽ നിന്ന് കേട്ടിട്ട് ഞാൻ മറുപടി പറയാം. അന്നാളെല്ലാം മറുപടി പറയാറുള്ളൂ, കാരണം വേറെ ആരോടും എനിക്ക് ചോദിക്കാനില്ല. ഞാൻ യേശുവിനെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഉള്ളത്തിൽ കർത്താവ് പറയുകയാണ്, കർത്താവിന്റെ വേല ചെയ്യുന്ന ഒരാളായിരിക്കണം. സ്ട്രോങ് ആയിട്ട് എന്റെ ഉള്ളത്തിൽ വരികയാണ്, കർത്താവിന് വേല ചെയ്യുന്ന ഒരാളായിരിക്കണം എന്നുള്ളത്. ഞാനപ്പോ എന്റെ പാസ്റ്ററിന്റെ വൈഫ് അവരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതാണ് ചേച്ചി എന്നോട് ദൈവം പറയുന്ന കാര്യം. അപ്പൊ പറഞ്ഞു, ഇല്ല ധന്യേ, അത് പറ്റില്ല, അതെങ്ങനെ ധന്യ എങ്ങനെയെങ്കിലും പുറത്ത് കൊണ്ടുവരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം, ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ എങ്ങനെ ശരിയാകും. ഞാൻ പറഞ്ഞു, ഇല്ല കർത്താവ് എന്നോട് ഇതാ പറയുന്നത്, ഇത് വിട്ടിട്ട് എനിക്ക് പറ്റില്ല. അപ്പൊ പറഞ്ഞു, ധന്യ ഒരു പാസ്റ്ററെ കെട്ടാൻ എന്ത് യോഗ്യതയാണ് ധന്യക്കുള്ളത്? അത് കേട്ടപ്പോ ഞാൻ പറഞ്ഞു, അതിനൊന്നും യോഗ്യത എനിക്കില്ല, പക്ഷെ ഒന്നുണ്ട്, കർത്താവ് എന്നോട് പറയുന്നത് ഇതാണ്, അങ്ങനെയെങ്കിൽ സുവിശേഷ വേല ചെയ്യുന്ന ട്രാക്ട് കൊടുക്കുന്ന ആളായാലും സുവിശേഷ വേല ചെയ്യുന്ന ആളാണല്ലോ, അങ്ങനെയെങ്കിൽ കർത്താവിന് വേണ്ടി ട്രാക്ട് കൊടുക്കുന്ന ഒരാളാണെങ്കിലും മതി, എനിക്ക് അപ്രകാരം ഒരു വ്യക്തിയെ മതി, കർത്താവ് എന്നോട് പറഞ്ഞേക്കുന്നത് അതാണ് ചേച്ചി എന്ന് പറഞ്ഞു. അവർക്ക് അതിലല്പം വിഷമമെല്ലാം ഉണ്ടായി, എങ്കിലും ആ കല്യാണാലോചന വേണ്ടാന്ന് പറഞ്ഞ് മാറ്റിവിട്ടു. പിന്നെ പല ആലോചനകളും വന്നു. ആ സമയത്ത് ഞാൻ പഠിപ്പിക്കുന്ന കോളേജിൽ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചർ, ഒരു ബിലീവറാണ്. ആ സഹോദരി ഒരു പത്രത്തിൽ ഇങ്ങനെ പരസ്യം കണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഹിന്ദു നായർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരു കല്യാണാലോചന വന്നേക്കുന്നു, ധന്യ ആലോചിക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഓക്കെ, എന്താന്ന് വെച്ചാൽ ചെയ്തോന്ന് പറഞ്ഞു. അപ്പോഴാണ് പറയുന്നത്, പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ പാസ്റ്ററിന്റെ ജ്യേഷ്ഠന്റെ മകനാണ് ധന്യാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ ആരാ, എനിക്ക് അറിയില്ല, എനിവേ എന്താണ്, എന്റെ പാസ്റ്റർ അടുത്ത് സംസാരിച്ചു, എന്നാന്ന് വെച്ചാൽ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ പാസ്റ്ററോട് സംസാരിച്ചു, അവര് കാണാൻ വന്നു. എന്റെ സഹോദരി കൂട്ടുകാരുടെ വീട്ടിൽ വെച്ചാണ് പെണ്ണ് കാണുന്നത്. കണ്ടിട്ട് അവർ പോയി, വന്ന് സംസാരിച്ചിട്ടെല്ലാം പോയി. ദിവസങ്ങൾ കഴിഞ്ഞു. അപ്പം ഒരു ദിവസം ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, അതിന്റെ മറുപടി ഒന്നും വന്നില്ല. കർത്താവ് ഇത് അങ്ങനെ ഹിതമാണെങ്കിൽ നടക്കട്ടെ, ഇല്ലെങ്കിൽ വേണ്ട എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് ഒരു കോള് വരികയാണ്, അവർക്ക് താല്പര്യമാണ് എന്ന് പറ്റി. അങ്ങനെ എന്റെ വീട്ടിൽ വന്ന് കാണാനായിട്ട് വീട്ടുകാരോട് സംസാരിച്ചു, വീട്ടിൽ വന്ന് കണ്ടു. കാണുന്നതിന് മുന്നമേ ഈ കൊച്ചിച്ചൻ, ഈ പോൾ ഗോപാലകൃഷ്ണൻ അവിടുത്തെ കൊച്ചിച്ചനാണ്, ഹസ്ബൻഡ് പിതാവിന്റെ അനിയനാണ്. അദ്ദേഹം വിളിച്ച് എന്റെ പിതാവിനോട് സംസാരിച്ചപ്പോൾ എന്റെ പിതാവ് പറഞ്ഞു, ഓക്കെ കുഴപ്പമില്ല, നടത്താം, കാരണം അവരും സെയിം ബാക്ക്ഗ്രൗണ്ടുകാരാണ്, അതിൽ നിന്ന് വിശ്വാസി വന്നു, അപ്പൊ കുഴപ്പമില്ല, ഓക്കെ എന്ന് പറഞ്ഞു. അദ്ദേഹം അതിനുശേഷം ഇസ്രായേലിന് പോയി. 3 മാസം കഴിഞ്ഞിട്ട് വരും, അപ്പോൾ നമുക്ക് കല്യാണം നടത്താം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങ് ഇസ്രായേലിന് പോയി. അതിനുശേഷം ഈ 3 മാസം ഈ കല്യാണം നടക്കുമോ, ഈ കല്യാണം വന്നപ്പോൾ തന്നെ ഞാൻ ദൈവത്തോട് ഇങ്ങനെ ചോദിച്ചു, ദൈവമേ ഇത് കറക്റ്റ് ആണോ, ആപ്റ്റ് ആണോ എന്ന് അറിയേണ്ടത് എനിക്ക് ദൈവത്തിൽ നിന്ന് അറിയണമായിരുന്നു. ഞാൻ ദൈവത്തോട് ചോദിച്ചു, ഞാൻ ചോദിച്ച ഡിമാൻഡ് എല്ലാം ഞാൻ മറന്നുപോയായിരുന്നു, പക്ഷെ കർത്താവ് മറന്നില്ല എന്നുള്ളതാണ്. ഞാൻ ചോദിച്ച ഡിമാൻഡ് അല്ല, ഞാൻ പിന്നെ തിരിഞ്ഞിരുന്ന് ചിന്തിച്ചു, ഞാൻ ചോദിച്ച കാര്യങ്ങളെല്ലാം ഇതിലുണ്ടോ, ഞാൻ ഏതെല്ലാം ചോദിച്ചു അതിലൊന്ന് കൂടിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, ഒന്നുപോലും കുറഞ്ഞിട്ടില്ലായിരുന്നു. അകലേന്ന് വരണമെന്ന് ആഗ്രഹിച്ചു. കുമളിയിൽ നിന്നാണ് വരുന്നത്, ദൂരെയാണ്, കാണാൻ കൊള്ളുന്ന ഒരാളും പറയില്ല. വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, പിന്നെ കർത്താവിന് വേല ചെയ്യുന്ന ആളായിരുന്നു. എല്ലാ തരത്തിലും ഏതെല്ലാം ചോദിച്ചു അതെല്ലാം ചേർത്തായിരുന്നു ഈ കല്യാണാലോചന വന്നത്. എന്നിട്ടും എനിക്ക് ഉറപ്പല്ല ഇത് സത്യമാണ്, ഇത് ശരിക്കും ഇത് തന്നെയാണോ എനിക്കുള്ള പെർഫെക്റ്റ് പാർട്ട്ണർ എന്നുള്ളത് എനിക്ക് പിന്നെയും അറിയണമായിരുന്നു. ഒരു പക്ഷേ ഭോഷത്വമേ എന്ന് തോന്നാമെങ്കിലും ഞാൻ ഇപ്രകാരം ചിന്തിച്ചത് ഇങ്ങനെയാണ്, ഒരു പേനയുടെ ക്യാപ്പ് ആ പേനയ്ക്ക് സൂട്ട് ആവുള്ളൂ, വേറൊരു പേനയ്ക്ക് സൂട്ട് ആവില്ല. അന്നത്തെ എന്റെ ചിന്തയാണ്. ഒരു മാച്ച് ബോക്സിന്റെ അതിനകത്തേക്ക് അതിന്റെ ഇത് മാത്രമേ സൂട്ട് ആവുള്ളൂ. അങ്ങനെയെങ്കിൽ എനിക്ക് കിട്ടേണ്ട പാർട്ട്ണർ, ഞാൻ ചൂസ് ചെയ്യേണ്ട പാർട്ട്ണർ, അല്ലെങ്കിൽ എനിക്ക് തരേണ്ട ആ പാർട്ട്ണർ, അദ്ദേഹത്തിന്റെ എന്റെയും ചോയ്സസ് അല്ലെങ്കിൽ ഇഷ്ടങ്ങൾ ഏറെക്കുറെ ഒരുപോലെ ആയിരിക്കുമല്ലോ. അപ്പൊ അന്നത്തെ എന്റെ ഒരു ചിന്ത, ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ചോദിക്കുന്ന കാര്യം അദ്ദേഹത്തിനും കറക്റ്റ് ആണെങ്കിൽ ഞാനത് ശരിയാണെന്ന് വിശ്വസിക്കും. അപ്പൊ അന്ന് എനിക്ക് ഇഷ്ടമുള്ള കളർ ലൈറ്റ് ബ്ലൂ ആണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് ചോദിച്ചു. അത് ഈക്വൽ ആയിട്ട് വന്നാൽ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഏറെക്കുറെ കർത്താവേ അത് മാച്ചബിൾ ആയിരിക്കും എന്ന് അന്നത്തെ എന്റെ ചിന്തയിൽ ഞാൻ ഇങ്ങനെ ചോദിക്കാനിടയായി. കറക്റ്റ് ആ മറുപടി വന്ന ലൈറ്റ് ബ്ലൂ തന്നെയായിരുന്നു, അദ്ദേഹത്തിനും അത് തന്നെയായിരുന്നു ഇഷ്ടം. അങ്ങനെ പല കാര്യങ്ങൾ ദൈവത്തോട് ചോദിച്ചു കഴിഞ്ഞപ്പോ ഇതാണെന്ന് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് ഉറപ്പായി ഇങ്ങനെ ഇത് തന്നെയാണ് എന്നുള്ളത്. അപ്രകാരം കല്യാണം അതെല്ലാം ഫിക്സ് ചെയ്ത് 3 മാസം കഴിഞ്ഞ് അവരെല്ലാം കാണാൻ വന്നു കഴിഞ്ഞപ്പോ എന്റെ പിതാവ് പറഞ്ഞു, കല്യാണം നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു, നടത്താൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. അങ്ങനെ നടത്തില്ല എന്ന വിഷയത്തിൽ കൂടെ എല്ലാം ഭയങ്കര ഇതിലൂടെ കടന്നുപോയി. അവസാനം എന്റെ പിതാവ് പറഞ്ഞു, നടത്തില്ല, ഒരു കാരണവശാലും നടത്തില്ല, നിനക്കൊന്നും തരികയില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ ഇപ്രകാരം പറഞ്ഞു, ഞാൻ എന്റെ ഉള്ളത്തിൽ ഇപ്രകാരം ഒരു വചനം ദൈവം തന്നു, രാജാവിന്റെ ഹൃദയം യഹോവയുടെ മുൻപാകെ നീർത്തോട് കണക്കിയിരിക്കുന്നു, അവൻ ഇഷ്ടമുള്ളിടത്തേക്കൊക്കെയും അവൻ അതിനെ തിരിക്കുന്നു. ആ വാക്യം എന്റെ ഉള്ളത്തിൽ വന്നു. ഞാൻ അത് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ
എന്റെ സഹോദരൻ വന്നിട്ട് എന്റെ പിതാവിനോട് പറഞ്ഞു, എന്തായാലും വേറെ ഒന്നിനും സമ്മതിക്കാത്ത സ്ഥിതിക്ക് ഇത് നടത്തി വിട്ടേരെ എന്ന്, വന്ന വഴിയെ പോയില്ലെങ്കിൽ പോയ വഴിയെ അടിച്ചു വിട്ടേരെ എന്ന മട്ടിൽ എന്റെ പിതാവിനോട് സംസാരിച്ചു. അപ്പൊ തന്നെ എന്റെ അച്ഛൻ പറഞ്ഞു, ഓക്കെ അങ്ങനെയെങ്കിൽ നടത്തി വിട്ടേരെ, ഞാൻ വരില്ല കല്യാണത്തിന്, നടത്തിയേരെ എന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ കല്യാണം അവിടെ അണക്കരയാണ് ഹസ്ബൻഡിന്റെ വീട്, കുമ്പളിക്കടുത്ത്. അവരാണ് എല്ലാം നടത്തിയത്. അവിടെ വെച്ചാണ് കല്യാണം നടക്കുന്നത്. തലേ ദിവസം എന്നെ വിടുമോ എന്നുള്ള ഇത് പോലും ഉണ്ടായിരുന്നു. എന്റെ ഹസ്ബൻഡ് പിന്നീടാണ് പറഞ്ഞത്, അദ്ദേഹം കല്യാണം ക്ഷണിച്ചത്, വിശ്വാസികളെല്ലാം കല്യാണം ക്ഷണിച്ചത് ഇപ്രകാരമാണ്: പെണ്ണ് വരാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, പെണ്ണിനെ വിട്ടില്ലെങ്കിൽ കല്യാണം എങ്ങനെ ആകുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞാണ് കല്യാണം ക്ഷണിച്ചത്. അപ്പം തലേ ദിവസം തന്നെ വരണം എന്ന് അവർ പറഞ്ഞു. കാരണം എന്നെ വിടുമോ ഇല്ലയോ എന്ന് പിന്നെയും കൺഫ്യൂഷൻ ആയിരുന്നു. കാരണം എന്റെ അച്ഛൻ വാക്ക് മാറ്റി പറയുന്നതുകൊണ്ട് എന്നെ വിടുമോ ഇല്ലയോ എന്ന് ഡൗട്ടായിരുന്നു. എനിക്ക് തലേ ദിവസം കല്യാണത്തിന് ഇറങ്ങുമ്പോൾ എല്ലാം ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ പ്രകാരമായി ചിന്തിച്ചേ, ഈ ഭൂമി പിളർന്ന് അതിലേക്ക് ഞാൻ വീണ് പോയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. കാരണം അത്രയും വേദനയോടെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്, അത്രയും ഭാരത്തിനകത്തുകൂടിയാണ്. പിതാവിന്റെ കല്യാണത്തിന് വരുന്നില്ല എന്ന് പറഞ്ഞു എന്റെ അമ്മയും സഹോദരനും മാത്രമാ വന്നത്. എന്റെ സഭക്കാരെല്ലാരും ചേർന്ന് വന്നു. റിലേഷൻസ് ആരും വന്നില്ല. ഒരു അങ്കിളുടെ മകനും അമ്മയുടെ ചേച്ചിയുടെ മകനും മാത്രം റിലേഷൻ എന്ന് പറയാനായിട്ട് വന്നത്. അവിടുത്തെ പാരിഷ് ഹാളിൽ അവിടെ വെച്ചിട്ട് അവിടുത്തെ സഭക്കാരെല്ലാരും ഉണ്ടായിരുന്നു. എന്റെ സഭക്കാരെല്ലാരും എല്ലാരും ചേർന്ന് വന്നു. അവിടുത്തെ വീട്ടിലെ അച്ഛനും അവരെല്ലാം ചേർന്നാണ് എല്ലാം നടത്തിയത്. അങ്ങനെ കല്യാണം നടന്നു, വിവാഹം എല്ലാം നടന്നു. എന്റെ കല്യാണത്തിന്റെ ദിവസം എല്ലാം എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല. ഞാൻ സ്റ്റേജിൽ ഇരിക്കുമ്പോൾ ദുഃഖത്തോടെ ഇരിക്കുന്നത്. എന്റെ പിതാവില്ല കല്യാണത്തിന്. പക്ഷെ ഒന്നെനിക്ക് അറിയായിരുന്നു, കർത്താവിന് വേണ്ടി ഞാൻ ഇറങ്ങിയിരിക്കുന്നത്, കർത്താവാണ് എന്നെ കരം പിടിച്ച് നടത്തുന്നത്. ആ വലിയ അപ്പൻ എന്നോട് കൂടെ ഉണ്ടെന്നുള്ള ധൈര്യം എന്നെ ബലപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അപ്രകാരം വിവാഹം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇരുമ്പുപാലം, ഈ അടിമാലിക്ക് അടുത്തുള്ള ഇരുമ്പുപാലം എന്ന ചർച്ചയായിരുന്നു അദ്ദേഹത്തിന് ആദ്യം ഉണ്ടായിരുന്നത്. ഞാൻ ഇപ്രകാരം ഇങ്ങനെ മുന്നമേ പ്രാർത്ഥിക്കുമായിരുന്നു, യേശുവേ, അങ്ങ് ജീവിക്കുന്ന ദൈവമാണെങ്കിൽ ഞാൻ ചെല്ലുന്ന സഭയും ജീവനുള്ള സഭയായിരിക്കണം. ജീവനുള്ള ദൈവമുള്ള സഭ, ജീവനുള്ള സഭയായിരിക്കണം. അങ്ങനെയെങ്കിൽ ആ സഭ ആക്റ്റീവായിട്ടുള്ള സഭയായിരിക്കണം എന്റെ ഒരു ആഗ്രഹമായിരുന്നു. ഞാൻ വരുമ്പോൾ ചെറിയ റെന്റഡ് റൂം ആയിരുന്നു ഉണ്ടായിരുന്നത്. 75 പേരോളം ഉണ്ടായിരുന്നത്. പക്ഷെ വന്നതിന് ശേഷം അവിടെ ചർച്ചിൽ ലാൻഡ് എല്ലാം വാങ്ങിച്ചു, പണി തുടങ്ങുകയായിരുന്നു. അങ്ങനെ പണിയെല്ലാം നടന്നു. 200 പേരോളം അവിടെ പിന്നീട് വരുവാനിടയായി തീർന്നു. വലിയൊരു ഹോള് പണിയാനും എല്ലാം കർത്താവ് ഞങ്ങളെ സഹായിച്ചു. അവിടെ 6 വർഷത്തോളം കർത്താവിന്റെ വേല ചെയ്തു. 1 വർഷത്തോളം കല്യാണം കഴിഞ്ഞ് 1 വർഷത്തോളം എന്റെ മാതാപിതാക്കളൊന്നും എന്റെ വീട്ടിൽ വരില്ലായിരുന്നു. അവരുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ല. എന്റെ ഫസ്റ്റ് ഡെലിവറി എല്ലാം എന്റെ ഹസ്ബൻഡിന്റെ വീട്ടുകാർ അവരാണ് നോക്കിയത്. അവിടുത്തെ അച്ഛനും അമ്മയും സഹോദരങ്ങളും എല്ലാം ഞങ്ങൾക്ക് സപ്പോർട്ടീവ് ആയിരുന്നു. അങ്ങനെ അവരാണ് അതെല്ലാം ചെയ്തത്. ഇരുമ്പുപാലം അവിടെ ഇരിക്കുന്ന സമയത്തും ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊന്നുമില്ല. എല്ലാം കർത്താവ് നടത്തിയതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അന്നൊരു ഞാൻ വരുമ്പോൾ ഒരു ഗ്യാസ് അടുപ്പും ഒരു ഗ്യാസ് കുറ്റിയും ഉണ്ട്, 2-3 പാത്രങ്ങൾ, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വാടകയ്ക്ക് ഒരു വീട് കിട്ടാനില്ലായിരുന്നു. അന്വേഷിച്ച് അവസാനം ഒരു വാടകയ്ക്കൊരു സഹോദരി ഞങ്ങൾക്ക് വീട് തന്നു. ഒന്നും അവിടെ ഇല്ലായിരുന്നു, പഴയ ഒരു വീടായിരുന്നു. പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം കർത്താവ് തരികയായിരുന്നു. ഉദാഹരണം, അന്ന് എപ്പോഴും ഗസ്റ്റ് വരുമായിരുന്നു. ഒരു ഫ്രിഡ്ജ് ഇല്ല. ഒരു വൈകിട്ട് ഞങ്ങൾ ഇരുന്ന് പറയുകയാണ്, ഒരു ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു എന്ന് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം ഞങ്ങൾ അറിയുന്ന എന്റെ ഒരു പാസ്റ്റ് വിളിച്ചിട്ട് ഒരു ഫ്രിഡ്ജ് ഉണ്ട്, എനിക്ക് കൊണ്ട് തരട്ടെ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളും, അവിടെയുള്ള ഫർണിച്ചേഴ്സ് കാര്യങ്ങളും എല്ലാം കർത്താവ് ഞങ്ങൾക്ക് തന്നതായിരുന്നു. വിശ്വാസത്താൽ ഒരു ജീവിതം അങ്ങനെ അവിടെ തുടങ്ങുമായിരുന്നു. അങ്ങനെ 5-6 വർഷത്തോളം അവിടെ കർത്താവിന്റെ വേല ചെയ്തു. അതിനുശേഷം അവിടുന്ന് മാറ്റത്തിന് വേണ്ടി എഴുതി കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് എറണാകുളത്ത് ഒരു ചർച്ചാണ് തന്നത്. പക്ഷെ അങ്ങനെ പോകാൻ ഒരു പ്രേരണ ദൈവം തന്നത് ഒരു പുതിയ വർക്ക് എടുക്കുവാനായിരുന്നു. അങ്ങനെ ഒരു പുതിയ വർക്ക് അടിമാലിയോടനുബന്ധിച്ച് അവിടെ അടുത്തൊരു വള്ളപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് അങ്ങനെ പുതിയൊരു വർക്ക് ഞങ്ങൾ തുടങ്ങുമ്പോൾ ഒന്നുമില്ലായിരുന്നു, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു. 200 പേര് ഉള്ള സഭയിൽ നിന്ന് വലിയൊരു ഹോള് വിട്ടിട്ട് നെക്സ്റ്റ് സൺഡേ ഞങ്ങളും റെന്റഡ് ഹോമും മാത്രം, വേറെ ആരും ഇല്ലാത്തൊരിടത്തേക്ക് ഞങ്ങൾ വന്നു. പക്ഷെ അതൊക്കെ ഭയങ്കര സ്ട്രഗിൾസ് ആയിരുന്നു. അതിന്റെ നടുവിൽ ഞങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞവരെല്ലാം കൈമലർത്തി, ആരും ഞങ്ങളെ സഹായിക്കാൻ വന്നില്ല. പക്ഷെ അതിന്റെ നടുവിൽ ഞങ്ങളെ സഹായിച്ച് ബലപ്പെടുത്തി നിർത്തിയ ഒരു കുടുംബമുണ്ട്. ബഹ്റൈനിലുള്ള മോഹനച്ചായൻ, മോളി ആന്റി, അവരായിരുന്നു ഞങ്ങൾക്ക് മന്ത്രി. ഞങ്ങളെ അറിയില്ല, ആരോ പറഞ്ഞു കേട്ട് ഞങ്ങളെ വിളിച്ച് ഞങ്ങൾക്ക് മന്ത്രി ഞങ്ങൾക്ക് സപ്പോർട്ട് തന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ കർത്താവിന്റെ വേല അവിടെ തുടരാനെല്ലാം കർത്താവ് ഞങ്ങളെ സഹായിച്ചു. അങ്ങനെ ആ ഇരുമ്പുപാലത്ത് നിന്ന് മാറി പുതിയ വർക്ക് ഇങ്ങനെ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് PhD അഡ്മിഷൻ കിട്ടുന്നത്. PhD ചെയ്യാൻ എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. പക്ഷെ ഞാൻ വിശ്വാസി വന്ന സമയത്ത് PhDക്ക് വേണ്ടി ഒത്തിരി ട്രൈ ചെയ്തു, അന്നൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞാനൊരു ദിവസം ഭയങ്കര ദുഃഖിച്ച് ഇങ്ങനെ എൻ്റെ ഒരു കസിൻ ബ്രദർ എന്നെ ഇങ്ങനെ കളിയാക്കി, നീ യേശുവിനെയൊക്കെ വിശ്വസിക്കുന്നുണ്ടല്ലോ, എന്നിട്ട് എന്താ നിനക്ക് PhD കിട്ടാത്തെ എന്ന് ചോദിച്ച് കളിയാക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ദുഃഖത്തോടെ ഞാൻ ഓടിപ്പോയി എൻ്റെ റൂമിനകത്ത് പോയി ബൈബിൾ എടുത്ത് തുറന്നപ്പോൾ എന്നോട് ഞാൻ വായിക്കുന്ന വചനം ഇപ്രകാരമാ: അതിനേക്കാൾ അധികം നിനക്ക് തരുവാൻ നിന്റെ ദൈവമായ യഹോവയ്ക്ക് കഴിയും. ഇതാ ഞാൻ വായിക്കുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി, കർത്താവ് എനിക്ക് വേണ്ടി വലുത് എന്തോ കരുതിയിട്ടുണ്ട് എന്നുള്ളത്.
അങ്ങനെ മധുര കാമരാജ് യൂണിവേഴ്സിറ്റിയിൽ PhD എനിക്ക് അഡ്മിഷൻ കിട്ടി. അവിടെ ഞാൻ കടന്നു പോകാൻ എനിക്ക് ആഗ്രഹം ഇല്ലായിരുന്നു. എനിക്ക് PhD ചെയ്യണം, കർത്താവിന്റെ വേല മാത്രം എന്നൊരു ചിന്തയായിരുന്നു എന്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ ഹസ്ബൻഡിന്റെ നിർബന്ധമായിരുന്നു PhD ചെയ്യണം എന്നുള്ളത്. അപ്രകാരം ഞാൻ അവിടെ കടന്നുപോയി. അവിടെ ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്യാനിടയായി. എന്റെ ഹോസ്റ്റലിൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ലേഡീസിന്റെ ഒരു പ്രെയർ എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ അനേക പെൺകുട്ടികളെല്ലാം യേശുവിനെ അറിയുന്നത് കാണുവാനൊക്കെ ഭാഗ്യം ദൈവം എനിക്ക് തന്നു. എന്റെ റൂമിൽ റൂംമേറ്റ് വന്നു, പുഷ്പലത എന്ന് പറഞ്ഞിട്ട്. സഹോദരി വന്നതൊരു എന്താ അവളുടെ വിശ്വാസത്തൊക്കെ അനുസരിച്ചുള്ള വിഭവം അതൊക്കെ ആയിട്ട് ആ റൂമിനകത്ത് വന്നത്. പക്ഷെ അവൾ എന്റെ റൂമിൽ നിന്ന് പോയത് യേശുവിനെ സ്വീകരിച്ചുകൊണ്ട്, യേശുവുമായിട്ട് അവൾ കടന്നുപോയത്. സഹോദരിയും ഇപ്രകാരം ദിവസങ്ങളും എന്റെ കൂടെ താമസിച്ചിട്ട് എന്നോട് എന്റെ വിശ്വാസ കാര്യങ്ങളൊന്നും ചോദിച്ചില്ല. പക്ഷെ ഒരു പ്രാവശ്യം എന്തോ ആകസ്മികമായിട്ട് എനിക്ക് അവളോട് പറയേണ്ടി വന്നു. അങ്ങനെ ഞാൻ എങ്ങനെ യേശുവിനെ അറിഞ്ഞു എന്നുള്ള കാര്യമെല്ലാം പറഞ്ഞു. പക്ഷെ അവൾക്ക് അത് ഇഷ്ടമൊന്നും തോന്നിയില്ല. കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു ദിവസം നല്ല മഴ പെയ്ത് ഞാൻ കയറി വന്നപ്പോ എന്നോട് പറഞ്ഞു, ചേച്ചി ഇവിടെ മഴ പെയ്തത് കണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കണ്ടു, എന്തേന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഞാനും ചേച്ചി ചോദിച്ച പോലെ ചോദിച്ചു, യേശു ജീവിക്കുന്ന ദൈവമാണെങ്കിൽ ഇപ്പൊ മഴ പെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഇപ്പതി മഴ പെയ്തിരിക്കുന്നു. അങ്ങനെ അവളും യേശുവിനെ അറിയുവാനിടയായി. അങ്ങനെ അവിടെയും കർത്താവ് എന്നെ നടത്തി. ഭയങ്കര അത്ഭുതകരമായിട്ട് അവിടെ നടത്തി. 5 വർഷത്തോളം ഞാൻ അവിടെ PhD ചെയ്യാനിടയായി. ഇടയ്ക്കെല്ലാം വീക്കെൻഡിൽ വീട്ടിൽ വരും. അവിടെ മധുരയിലായിരിക്കുമ്പോഴും കർത്താവ് ശ്രേഷ്ഠകരമായിട്ട് എന്നെ വഴി നടത്തി. ഇസ്രായേൽ മക്കളെ ദൈവം പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിത്തൂണായും നടത്തുമെന്ന് പറഞ്ഞാൽ ആക്ച്വലി നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ കർത്താവ് അങ്ങനെ നടത്തും എന്നുള്ളതിന് ഞാൻ സാക്ഷിയാ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ അവിടെ ആയിരിക്കുമ്പോൾ ഞാൻ വർക്ക് ചെയ്യേണ്ടുന്ന ലാബ്, ഞാൻ ഇരിക്കുന്ന സ്റ്റാഫ് റൂമിന്റെ, എന്റെ ഗൈഡ് ഇരിക്കുന്ന റൂമിൽ നിന്ന് കുറച്ചേറെ നടക്കണം. 200 ഏക്കർ വരുന്ന ഒരു കോമ്പൗണ്ടിനകത്താണ് യൂണിവേഴ്സിറ്റി ഇരിക്കുന്നത്. അപ്പൊ ഈ സാർ ഇരിക്കുന്നിടത്ത് ഞാൻ നടന്നു വേണം അടുത്ത ലാബിലേക്ക് പോകാനായിട്ട്. അപ്പൊ ഞാൻ അവിടെ ചെന്ന ഇടയ്ക്ക് നെക്സ്റ്റ് ഡേ ഞാൻ ആ ലാബിലേക്ക് പോകാൻ വേണ്ടി ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി നടക്കാൻ തുടങ്ങിയപ്പോ അങ്ങ് ദൂരെ എനിക്ക് കാണാം, അങ്ങ് ദൂരെ വരെ ഞാൻ കടന്നു പോകണം. നോക്കിയപ്പോ ഭയങ്കര വെയില്, തമിഴ്നാട്ടിലെ വെയിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്തത്ര ഭയങ്കര വെയില്. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചു, എന്റെ കർത്താവ് ഇത് മൊത്തം ഞാൻ നടക്കണമല്ലോ, എങ്ങനെ ഞാൻ നടക്കും കർത്താവ് എന്ന് ഒരു നിമിഷം ഞാനൊന്നും ചിന്തിച്ചു. ഞാൻ എന്നിട്ട് ഇപ്രകാരം വിചാരിച്ചു, ഇല്ല ഒന്നും പറയണ്ട, സ്തോത്രം പറഞ്ഞുകൊണ്ട് നടക്കാം എന്ന് കരുതി ഞാൻ ഒരു 3 സ്തോത്രം പറഞ്ഞു കാണും. ഞാൻ 2-3 സ്റ്റെപ്പ് വെച്ച് കാണും. ഉടനെ തന്നെ അപ്പൊ തന്നെ ആ വെയിലങ്ങ് മങ്ങി ഒരു മേഘം വന്നിങ്ങനെ മൂടി നിൽക്കുക, വെയിലങ്ങ് മങ്ങി നിൽക്കുക. അപ്പം ഞാൻ ഓർത്തു, അപ്പൊ എനിക്ക് മനസ്സിലായി, ശരിക്കും വാസ്തവമായിട്ട് പകൽ മേഘസ്തംഭമായിട്ട് ദൈവം നടത്തുമെന്ന് പറഞ്ഞാൽ പകൽ മേഘസ്തംഭമായി തന്നെ ദൈവം നടത്തും എന്നുള്ളത് എനിക്ക് അപ്പോൾ മനസ്സിലായി. ആ മേഘസ്തംഭം അല്ലെങ്കിൽ മേഘം വന്ന് മൂടി നിൽക്കുന്ന അന്തരീക്ഷത്തിൽ കൂടെ ഞാൻ നടന്ന് ഞാൻ ചെല്ലേണ്ടുന്ന ലാബിന്റെ തൊട്ട് മുൻപാണ് പിന്നെ ഷെയ്ഡ് ഉള്ളത്, അല്പം തണലുള്ളത്. അവിടെ ഞാൻ എത്തുന്നത് വരെയും ഈ മേഘം അങ്ങനെ തന്നെ മൂടി നിന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ വേറൊരു ദിവസം രാത്രി ഞാൻ തിരിച്ച് ഇങ്ങോട്ട് ഹോസ്റ്റലിലേക്ക് വരണം. രാത്രി അന്ന് ഭയങ്കര മഴയാണ്, എല്ലായിടത്തും കറണ്ട് പോയേക്കുന്നു. തിരിച്ചെനിക്ക് വരണം. എന്റെ കയ്യിൽ ഒരു ഫ്രണ്ടിന്റെ സൈക്കിളുണ്ട്. വല്ലാണ്ട് വേറെ വാഹനങ്ങളൊന്നുമില്ല. എല്ലായിടത്തും ഒന്നും കറണ്ട് ഇല്ല, ഭയങ്കര ഇരുട്ട്. ലാബിനകത്ത് മാത്രം വെട്ടമുണ്ട്. ഞാൻ മഴ മാറുന്ന നോക്കി കുറെ നേരം ഇരുന്നു, പക്ഷെ മഴ മാറുന്നില്ല. അപ്പോ ഞാൻ പുറത്തിറങ്ങിയ മൊത്തം ഇരുട്ടാണ്. എന്ത് ചെയ്യുമെന്നൊരു പിടുത്തമില്ല. എന്റെ കയ്യിലിരിക്കുന്ന ഫോണിന്റെ ചാർജും എല്ലാം തീർന്നുകൊണ്ടിരിക്കുക. ഞാൻ അവിടെ നിന്ന് അകത്തുനിന്ന് ഇറങ്ങി സൈക്കിളിൽ കയറി, എല്ലാം പൂട്ടി സൈക്കിളിൽ കയറിയിട്ട് ഞാൻ ഇപ്രകാരം പറഞ്ഞു, കർത്താവെ അങ്ങ് രാത്രി അഗ്നിസ്തംഭമായിട്ട് കർത്താവ് അങ്ങയുടെ ജനത്തെ നടത്തിയെങ്കിൽ കർത്താവ് അങ്ങ് എന്നെയും നടത്തണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സൈക്കിൾ ചവിട്ടി പോകാൻ തുടങ്ങി. ഞാൻ സൈക്കിൾ ചവിട്ടാൻ തുടങ്ങുമ്പോൾ വലിയൊരു ഒരു മിന്നൽ വന്നു. ആ മിന്നലിന്റെ വെട്ടത്തിൽ ആ കാണുന്നത്ര ദൂരം വരെ ഞാൻ കടന്നു പോകും. അവിടെ എത്തുമ്പോഴേക്കും അടുത്ത മിന്നൽ വരും. ആ മിന്നലിന്റെ വെളിച്ചത്തിൽ അങ്ങനെ ഞാൻ ആ ഹോസ്റ്റലിൽ എത്തുന്നത് വരേക്കും ഈ മിന്നലിന്റെ വെളിച്ചത്തിൽ നടന്ന് അവിടെ എത്തി എന്നുള്ളതാണ്. അത് കർത്താവ് മേഘസ്തംഭമായും രാത്രി അഗ്നിത്തൂണായും നടത്തുമെന്ന് പറഞ്ഞാൽ കർത്താവ് അങ്ങനെ തന്നെ നടത്തുമെന്നുള്ളതാണ്. അപ്രകാരം ദൈവം അവിടെയും ശ്രേഷ്ഠകരമായിട്ട് വലിയ തരത്തിൽ കർത്താവ് നടത്തി. അവിടെ പറയുവാൻ ഒത്തിരി അനുഭവങ്ങൾ അവിടെ കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. അനേകരെ വചനം പറയുന്നുണ്ട്, അപ്പോസ്തലന്മാർ പറയുന്നുണ്ട്, ഞങ്ങൾ ദരിദ്രരെങ്കിലും അനേകരെ സമ്പന്നരാക്കുന്നവർ. അതുപോലെ അനേകരെ സഹായിപ്പാൻ, ഞാൻ പലരുടെയും കഷ്ടം കാണുമ്പോൾ, അവിടുത്തെ തമിഴ്നാട്ടിലെ ആൾക്കാരാണ്, അവിടുത്തെ പല കഷ്ടങ്ങളും കാണുമ്പോൾ അവരെ സഹായിക്കണം എന്ന് എനിക്ക് തോന്നും. പക്ഷെ എന്റെ കരം ശൂന്യമാണല്ലോ കർത്താവ് എന്ന് പറഞ്ഞ് കരം ഇങ്ങനെ പിടിച്ച് കരയുമ്പോൾ കർത്താവ് പല പ്രാവശ്യവും ഒരു സഹോദരിക്ക് വേണ്ടി ഞാൻ അവിടെ ഒരു സ്കൂൾ പ്രിൻസിപ്പലിന്റെ വൈഫാണ്, ഞാൻ ഫ്രണ്ടായിരുന്നു. ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സഹോദരി ഫീസ് കൊടുക്കാനില്ലാതെ കഷ്ടപ്പെടുക എന്ന് പറഞ്ഞപ്പോൾ ആ സഹോദരി എന്റെ ആ ഒരു വാക്കിനെ പ്രതി ഒരു 30,000 രൂപയോളം കൊണ്ടുവന്ന് അവർക്ക് കൊടുക്കാനിടയായി തീർന്നു. പിന്നീട് ഒരു 20,000 രൂപ കൊണ്ട് കൊടുത്തു. അങ്ങനെ പലരെയും സഹായിപ്പാൻ ഒക്കെയും കർത്താവ് അവിടെ എന്നെ സഹായിച്ചു എന്നുള്ളതാണ്.
ഒരു ദിവസം ഞാൻ അവിടെ നിന്ന് ഇറങ്ങും, റൂമിൽ നിന്ന് എന്റെ ഹസ്ബൻഡ് വീട്ടിലേക്ക് അന്ന് പോകേണ്ടത്. ഞാൻ അവിടെ നിന്ന് റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്റെ ഉള്ളത്തെ ദൈവം പറയാണ്, നിന്റെ കയ്യിലുള്ള പൈസ അടുത്ത റൂമിലുള്ള സഹോദരിക്ക് കൊടുത്തിട്ട് പോകാൻ. അപ്പൊ ഞാൻ ചോദിച്ചു, കർത്താവ് എനിക്ക് വണ്ടിക്കൂലിക്ക് വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു, നിന്റെ വണ്ടിക്കൂലിക്കുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കി മൊത്തം ആ സഹോദരിക്ക് കൊടുക്കണം. എനിക്കറിയാം സഹോദരി ഭയങ്കര കഷ്ടത്തിലാണ്, ഒന്നും വാങ്ങാൻ പൈസ ഇല്ലാത്ത സിറ്റുവേഷൻ ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഞാൻ എടുത്തു നോക്കിയപ്പോൾ എനിക്ക് പോകേണ്ടുന്ന വണ്ടിക്കൂലി 75 രൂപ ആകുന്നത്, ബാക്കി എന്റെ കയ്യിൽ 200 രൂപ ഉള്ളത്. ഞാൻ പറഞ്ഞു, കർത്താവ് ഈ 75 രൂപയിൽ എക്സ്ട്രാ എന്ത് വന്നാലും എനിക്ക് പിന്നെ പൈസ ഇല്ല, അങ്ങ് എന്നെ നടത്തിക്കോണം കർത്താവ് എന്ന് പറഞ്ഞിട്ട് 200 രൂപ സഹോദരിക്ക് കൊടുത്തിട്ട് ഞാൻ കടന്നുപോയി. ആ 75 രൂപ കൊണ്ട് ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലെത്തി. വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ കർത്താവ് ആർക്കും കടക്കാരനല്ല എന്നുള്ളതാണ്. ഞാൻ 2 ദിവസം കഴിഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ പോരുമ്പോൾ എന്റെ ഹസ്ബൻഡിന്റെ പിതാവ് എന്റെ കയ്യിൽ ഒരു 2000 രൂപ എടുത്ത് തന്നിട്ട്, തന്നെ ഇത് വെച്ചു, വണ്ടിക്കൂലിക്ക് ഇത് വെച്ചു എന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ തന്നു. അപ്പൊ കർത്താവ് പറഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്താൽ അതിനൊക്കെയും കർത്താവ് റെസ്പോൺസിബിൾ ആണ്. കർത്താവ് അതിന് മറുപടി തരും. അല്ലെങ്കിൽ കർത്താവ് ആർക്കും കടക്കാരനല്ല എന്നുള്ളതാണ്. അന്ന് മുതൽ കർത്താവ് കരം പിടിച്ച് ഓരോ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരുന്നു. അവിടെ PhD എല്ലാം കഴിഞ്ഞു. അവിടെ തീർക്കാനെല്ലാം കർത്താവ് എന്നെ സഹായിച്ചു. അവിടെ ലേഡീസിന്റെ ഒരു ഹോസ്റ്റലിനകത്ത് ഞങ്ങൾ പ്രെയർ സെല്ലെല്ലാം തുടങ്ങി. അനേകർ അവിടെ വെച്ച് തമിഴെല്ലാം പഠിച്ചു. അനേകരോട് തമിഴിലെല്ലാം യേശുവിനെ പറ്റി പറയാനും, ആ സഹോദരിമാരെല്ലാം പലരും എന്നെ പോലെ തന്നെ നിൽപ്പാനും, വിവാഹം കർത്താവിന് വേണ്ടി നിൽക്കുന്നവർക്ക് വേണ്ടി വിവാഹം ചെയ്യാനും എല്ലാം കർത്താവ് അവിടെ എല്ലാം ഇടയാക്കി എന്നുള്ളതാണ്. അങ്ങനെ ദൈവം അത്ഭുതകരമായിട്ട് വഴി നടത്തി. ഇപ്പോൾ ഞങ്ങൾ ആയിരിക്കുന്ന സഭ അടിമാലിലെ വള്ളപ്പടി എന്ന് പറഞ്ഞുള്ള സഭ. അവിടെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ വാടകയ്ക്കായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പല വാടക വീടുകളും റൂമുകളും എല്ലാം മാറിക്കൊണ്ടിരുന്നപ്പോൾ സ്വന്തമായിട്ടൊരു അല്പസ്ഥലം വാങ്ങണം എന്ന് കരുതി ഞങ്ങൾ കൂടെ ഞങ്ങളുടെ കയ്യിൽ 10 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് അല്പസ്ഥലം ഒരു 5 സെന്റോ 10 സെന്റോ എവിടെയെങ്കിലും വാങ്ങാം എന്ന് കരുതി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് ഇവിടെ വള്ളപ്പടിയിൽ ഒരു സ്കൂളുണ്ട്. ഒരു 3 ബിൽഡിംഗ് ഉള്ള ഒരു സ്കൂൾ അവർ സ്റ്റോപ്പ് ചെയ്തു. ആ സ്കൂളും ബിൽഡിങ്ങുകളും ലാൻഡ് എല്ലാം കൂടെ ചേർത്ത് വിൽക്കാനായിട്ട് ഇട്ടിരിക്കുക. അപ്പം പലരും വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് സൂട്ടായിരിക്കും, നിങ്ങൾക്ക് കൗൺസിലിംഗ് സെന്ററും ചർച്ചും എല്ലാം നടത്താമല്ലോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതിന് ചോദിച്ച വില ഭയങ്കര വലിയ വിലയാണ്. ഞങ്ങൾക്കത് കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിലില്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ പലപ്പോഴും പിന്നെയും പലരും വന്ന് ഞങ്ങളോട് തന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷെ നമുക്ക് അതിനുള്ള സാധ്യതയില്ല. അപ്പോഴാണ് ന്യൂസിലൻഡിൽ ഞങ്ങൾ അറിയുന്ന ഒരു ഫാമിലി ഫ്രണ്ട്, ഒരു പാസ്റ്റർ ഉണ്ട്, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ബൈബിൾ കോളേജ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഈ സ്കൂൾ ബിൽഡിംഗ് എല്ലാം കൂടെ അദ്ദേഹത്തിന് വേണ്ടിയാണ് ഞങ്ങൾ നോക്കി. അദ്ദേഹം ഓക്കെ പറഞ്ഞു. അദ്ദേഹത്തിന് വേണ്ടി അഡ്വാൻസ് കൊടുത്തു. അദ്ദേഹം അത് വാങ്ങിച്ചു. അതിന്റെ കൂടെ ഒരു 15 സെന്റ് ഞങ്ങളും വാങ്ങിച്ചു. പക്ഷേ കൊറോണ സിറ്റുവേഷൻ വന്നപ്പോൾ അദ്ദേഹത്തിന് എന്തോ ഫണ്ട് വരാതെ വന്നപ്പോൾ ഞങ്ങളോട് ഒന്നുകിൽ ഞങ്ങൾ എടുക്കുക അല്ലെങ്കിൽ അത് ഡിസ്പോസ് ചെയ്തേരെ എന്ന് പറഞ്ഞു. ഞങ്ങൾ അപ്പോഴത്തേക്ക് ഇവിടെ ആരാധന തുടങ്ങിയായിരുന്നു. ഞങ്ങൾക്ക് വേറെ യാതൊരു നിർവാഹവും ഇല്ല. എടുക്കുക എന്നുള്ളതല്ലാണ്ട് വേറെ ഡിസ്പോസ് ചെയ്യുക എന്നൊരു നിർവാഹം ഞങ്ങളുടെ മുമ്പാകെ ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ എടുത്തോളാം എന്ന് പറഞ്ഞു. എങ്ങനെ പൈസ വന്നു എന്നറിയില്ല. ഒരു 25 ലക്ഷത്തോളം ഇതിനു വേണ്ടി കൊടുക്കണമായിരുന്നു. അതൊക്കെയും അത്ഭുതകരമായിട്ട് ഇന്നും ഓർത്താൽ അത് അത്ഭുതകരമായിട്ട് കർത്താവ് ഇതിനകത്ത് നടത്തി എന്നുള്ളതാണ്. അനേകരുടെ കരം ഇതിനു വേണ്ടി നീട്ടപ്പെട്ടു. അനേകർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത എന്റെ സഹോദരൻ, എന്റെ വീട്ടുകാരും ഇതുവരെയും വിശ്വാസത്തിലല്ല. എന്റെ സഹോദരനോട് ഒരു പ്രാവശ്യം ചോദിപ്പേ, ഞാൻ ആരോടും കൈ നീട്ടി ചോദിക്കാത്ത ആളാണ്. പക്ഷെ ഒരു പ്രാവശ്യം അത്യാവശ്യം വന്നപ്പോൾ എന്റെ ഉള്ളത്തിൽ പറഞ്ഞു, എന്റെ സഹോദരനോട് ചോദിക്കണം എന്നൊരു ചിന്ത എന്റെ ഉള്ളത്തിൽ വന്നു. ഞാൻ ചോദിക്കാറില്ല, അങ്ങനെ ആരോടും ചോദിക്കാറില്ല. പക്ഷെ ഞാൻ അന്ന് ഫോൺ വിളിച്ച് ചോദിച്ചപ്പോൾ എന്റെ സഹോദരൻ എനിക്ക് വേണ്ടി കുറച്ച് പണം തന്നു. അവൻ തിരിച്ചു വാങ്ങിച്ചില്ല. അതേപോലെ എന്റെ ഹസ്ബൻഡിന്റെ സഹോദരങ്ങൾ അവരെല്ലാരും സഹായിച്ചു. എന്താണെങ്കിലും ആ 3 ബിൽഡിങ്ങും സ്ഥലവും എല്ലാം മേടിപ്പാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. അതിനൊക്കെയും അനേകർ കർത്താവിൽ ഞങ്ങളെ സഹായിക്കാനിടയായി. അപ്രകാരം വാടകയ്ക്ക് നടന്നിരുന്ന ഞങ്ങളെ വാടക കെട്ടിടത്തിലായിരുന്നു ഞങ്ങളെ കർത്താവ് ഒരിടത്ത് കൊണ്ടുവന്ന് ഉറപ്പിച്ചു എന്നുള്ളതാണ്. ഇപ്പം ഒരു വലിയ ബിൽഡിങ്ങും കാര്യങ്ങളും എല്ലാം കർത്താവ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. അവിടെ കർത്താവിന്റെ വേല ശ്രേഷ്ഠകരമായിട്ട് നടക്കുന്നു. അനേകരെ കർത്താവ് 15 പേരിൽ നിന്ന് തുടങ്ങിയ, ആദ്യം 15 പേരോളാണ്, 3 ഫാമിലിയാ വന്ന് 15 പേരിൽ നിന്ന് തുടങ്ങിയ ഈ കാര്യങ്ങൾ, ഈ കർത്താവിന്റെ ഈ വർക്ക് എന്ന് പറയുന്നത് ഇപ്പൊ 120 പേരോളമുള്ള ഒരു ചർച്ചയായിട്ട് കർത്താവ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെയും കർത്താവ് അത്ഭുതകരമായിട്ട് നടത്തുന്നു. ഇതുവരെയും കർത്താവ് അത്ഭുതകരമായി നടത്തുന്നു. നശിച്ചു പോകുമെന്ന് പറഞ്ഞ ആ അങ്കിൾ, എന്റെ വീടിനടുത്തുള്ള, നിന്റെ ജീവൻ നശിച്ചു പോയല്ലോ മോളെ എന്ന് പറഞ്ഞ ആ ചേട്ടനെ കൊണ്ട് 2 വർഷം കഴിഞ്ഞപ്പോൾ, ആ പറഞ്ഞതിന് 2 വർഷം കഴിഞ്ഞപ്പോൾ ദൈവം തിരിച്ചു പറയിപ്പിച്ചു, നീ അങ്ങ് രക്ഷപ്പെട്ടു പോയല്ലോ എന്ന് പറയുവാൻ ഇടയായിട്ടുണ്ട്. ആരെല്ലാം എതിർത്ത് പറഞ്ഞു, അവരുടെ വായിൽ നിന്നെല്ലാം കർത്താവ് പുകഴ്ച ഒരുക്കി എന്നുള്ളതാണ്. അവരെല്ലാം തിരിച്ചു പറയുവാൻ ഇടയായി തീർന്നു. അപ്രകാരം ഓരോ കാര്യങ്ങളിലും കർത്താവ് കരം പിടിച്ച് ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളും, പല ആവശ്യങ്ങളും ആരോടും ഞങ്ങൾ പറയാതെ ദൈവത്തിന്റെ സന്നിധിയെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ഓരോ ആവശ്യങ്ങളും കർത്താവ് ഓരോന്നോരോന്നായി നിറപ്പടിയായി നിറവേറ്റിക്കൊണ്ടേയിരുന്നു. ഞങ്ങൾക്ക് 2 മക്കളെ ദൈവം തന്നു. ആ സമയത്ത് ഡെലിവറി പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ദൈവത്തോട് ചോദിച്ചു, ദൈവം എന്ത് കുഞ്ഞായിരിക്കും ഞങ്ങൾക്ക് ദൈവം തരുന്നത്? അന്ന് രാത്രി ദൈവം എന്നെ സ്വപ്നം കാണിക്കുകയാണ്. ആൺകുഞ്ഞുങ്ങളെ കൊണ്ട് ഒരു സ്വപ്നം ദൈവം എന്നെ കാണിക്കുകയാണ്.
അതെല്ലാം രണ്ടാമത് പ്രഗ്നന്റ് ആയിരുന്നപ്പോഴും ഇപ്രകാരം ഞാൻ ഇങ്ങനെ ചോദിച്ചു, ദൈവമേ എന്ത് കുഞ്ഞായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴും ദൈവം എനിക്ക് കാണിച്ചു തരികയാണ് ആൺകുഞ്ഞിനെ. ഒരു കരം ഇങ്ങനെ നീണ്ടു വരുന്നു, അതിലൊരു ആൺകുഞ്ഞിരിക്കുന്നു. അപ്രകാരം ഓരോ കാര്യങ്ങളും ദൈവം മുന്നമേ ദൈവം ഇടപെട്ടുകൊണ്ടേയിരുന്നു, ദൈവം സംസാരിച്ചുകൊണ്ടേയിരുന്നു. എന്ത് കാര്യം വന്നാലും ദൈവത്തോട് ചോദിക്കുമ്പോൾ മറുപടി തരുന്ന ഒരു അനുഭവത്തിലൂടെ ദൈവം നടത്തി. ഇതുവരെയും കർത്താവ് ശ്രേഷ്ഠകരമായി തന്നെ നടത്തുന്നു. ഞാൻ എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് പറയുവാനുള്ളത്, നിങ്ങൾ ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങുന്ന വ്യക്തികളാണെങ്കിൽ, ഞാൻ ഒരു നാളിൽ ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങിയ വ്യക്തിയാണ്. പക്ഷെ ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും എന്റെ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെന്നും ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്നും എന്റെ അനുഭവത്തിലൂടെ ഞാൻ നിങ്ങളോട് പറയാം. പ്രാർത്ഥന കേൾക്കുന്ന നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരുന്ന സത്യമായ ഒരു ദൈവമുണ്ട്. അത് വാസ്തവം സാക്ഷാൽ യേശുക്രിസ്തു മാത്രമാണ്. യേശുവിനെ അറിഞ്ഞിട്ടും കർത്താവിന് വേണ്ടി ഇറങ്ങാൻ മടി കാണിച്ചു നിൽക്കുന്ന പലരുമുണ്ട്. പക്ഷെ അവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, 22 വയസ്സ് ഉള്ള തന്റെ ഇടമായിട്ട് ഒരാളോട് ഒന്ന് സംസാരിക്കാൻ പോലും ധൈര്യമില്ലാതിരുന്ന എന്നെ ഇപ്രകാരം കർത്താവ് മാറ്റിയെങ്കിൽ, എന്നെ ഇപ്രകാരം പുറത്തു കൊണ്ടുവന്നുവെങ്കിൽ ഓരോരുത്തരെയും ദൈവം കൊണ്ടുവരാൻ ശക്തനാ. കാരണം എന്റെ വീട്ടിൽ വന്നാൽ അറിയാം, അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും എന്നെ പോലെ പ്രായമുള്ള ഒരു വ്യക്തി പുറത്തു വരാൻ യാതൊരു സാധ്യതയുമില്ല. ദൈവത്തിലേക്ക് കടന്നു വരാൻ യാതൊരു സാധ്യതയും ഇല്ലാത്തിടത്ത് നിന്ന് കർത്താവ് എന്നെ കൊണ്ടുവന്നുവെങ്കിൽ, എന്നെ കേൾക്കുന്ന ആരെങ്കിലും യേശുവിനെ അറിഞ്ഞിട്ട് പുറത്തു വരാൻ ധൈര്യമില്ലാതിരിക്കുന്നുവെങ്കിൽ ഉറപ്പായി ഞാൻ നിങ്ങളോട് പറയുന്നു, കർത്താവിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ തീർച്ചയായും കർത്താവ് നിങ്ങളെ കരം പിടിച്ച് നടത്തുമെന്നുള്ളതാണ്. വിളിക്കുന്ന ദൈവം വിശ്വസ്തന. ഇതുവരെയും എന്റെ ദൈവം വിശ്വസ്തയോടെ കൂടെയിരുന്നു. ഇതുവരെയും ദൈവം പറയുന്ന ഒരു വാക്കു മറഞ്ഞ മനുഷ്യനല്ലോ, ഇതുവരെയും കർത്താവ് കരം പിടിച്ച് കൂടെയിരുന്നു, വഴി നടത്തി. ഒരു പെൺകുട്ടിയായ എന്നെ ഇപ്രകാരം കർത്താവിനാക്കാമെങ്കിൽ ആരെയും ദൈവത്തിന് പുറത്തു കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. ഒരിക്കലും പുറംലോകം കാണും അല്ലെങ്കിൽ ആരാധനയ്ക്ക് പോകാൻ പറ്റും എന്ന് വിചാരിക്കാത്ത എന്നെ ആരാധനയ്ക്ക് ഇറങ്ങുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഇപ്രകാരമാ, ഞാൻ എന്തെങ്കിലും പിടിക്കപ്പെട്ടാൽ നിർത്തുമെന്ന് പറഞ്ഞ ഇടത്ത് ആ 4 വർഷം എനിക്ക് ആരാധനയ്ക്ക് പോകാൻ പറ്റിയില്ല. പക്ഷെ എന്നെ പുറത്ത് കൊണ്ടുവന്നതിന് ശേഷം ഇതുവരെയും ആരാധനയ്ക്ക് പോകാതിരിക്കേണ്ട ഒരു അവസരം വരാതെ വണ്ണം കർത്താവ് നടത്തി എന്നുള്ളതാണ്. കൊറോണ സിറ്റുവേഷനിൽ പോലും പലർക്കും ആരാധനയ്ക്ക് പോകാൻ സ്വാതന്ത്ര്യം ഇല്ലാതിരുന്ന സമയത്ത്, ആ കൊറോണയ്ക്ക് തൊട്ട് മുമ്പാകെ ഞങ്ങൾക്ക് ഈ ചർച്ചും കാര്യങ്ങളും ഇതെല്ലാം ഈ കെട്ടിടങ്ങളെല്ലാം കിട്ടുന്ന അവിടെ ഞങ്ങൾ താമസവും അങ്ങോട്ട് മാറ്റിയായിരുന്നു. ചർച്ചും ഇവിടെ തന്നെയായിരുന്നു. ചർച്ചിനടുത്ത് തന്നെ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പം ആ കൊറോണ സമയത്ത് പോലും ആരാധന സ്വാതന്ത്ര്യം ഇല്ലാതെ ഞങ്ങൾക്ക് എനിക്കായിപ്പോയില്ല. അപ്പോഴും സ്വാതന്ത്ര്യത്തോടെ സഭയിൽ കടന്നു വന്ന് ആരാധിക്കുന്ന സ്വാതന്ത്ര്യത്തോടെ കർത്താവ് നടത്തി എന്നുള്ളതാണ്. കർത്താവ് വിശ്വസ്തൻ, വാക്കും മാറാൻ അവൻ ദൈവ മനുഷ്യനല്ലല്ലോ. വിശ്വസ്തയോടെ കർത്താവ് കൂടെ ഇരുന്ന് വഴി നടത്തി ഓരോ കാര്യങ്ങളിലും. ഞാൻ PhD കഴിഞ്ഞു വന്നപ്പോൾ എനിക്കൊരു ചെറിയ ജോലി ആദ്യം ന്യൂമാൻ കോളേജ് തൊടുപുഴ ന്യൂമാൻ കോളേജിലാണ് കിട്ടിയത്. അതും അതിന്റെ ഇന്റർവ്യൂ നടക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു അത്ഭുതകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്റർവ്യൂവിന്റെ തലേ ദിവസം ഞാൻ ഇങ്ങനെ ചിന്തിക്കുവാണ്, എന്തൊക്കെ ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത് എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഞാൻ കിടക്കുമ്പോൾ എന്റെ ഉള്ളത്തിൽ ഇപ്രകാരം വരുവാണ്, നിന്നോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, അതിന്റെ ആൻസർ ഇങ്ങനെ പറയണം. ക്വസ്റ്റ്യൻ ഇതാണ്, ഹൂ ഈസ് യുവർ ഹസ്ബൻഡ്? നിന്റെ ഹസ്ബൻഡ് ആരാണെന്ന് ചോദിക്കും. അപ്പൊ നീ എന്ത് പറയുമെന്ന് എന്നോട് ചോദിച്ചു. അപ്പം എന്റെ ഹസ്ബൻഡ് പലപ്പോഴും പറയാറുണ്ട്, പാസ്റ്റർ എന്നുള്ള കാര്യം പറയണമെന്ന്, സോഷ്യൽ വർക്കർ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയാറുണ്ട്. പക്ഷെ എന്നോട് ഉള്ളത്തിൽ പറഞ്ഞു, ഹീസ് എ പാസ്റ്റർ എന്ന് തന്നെ നീ പറയണം. കാരണം അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട്, പാസ്റ്റർ എന്ന് പറയണമെന്നില്ല, സോഷ്യൽ വർക്കർ എന്ന് പറഞ്ഞാൽ മതി എന്നാ പറയാറ്. പക്ഷെ എന്നോട് ദൈവം പറഞ്ഞു, ഹീസ് എ പാസ്റ്റർ എന്ന് തന്നെ നീ പറയണം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഇന്റർവ്യൂ നടക്കുവാണ്. ഇന്റർവ്യൂവിന് വന്നിരിക്കുന്ന ഒരു ഫാദറാണ്, അച്ഛനാണ്. അപ്പം ഫാദർ ഉണ്ട്, വേറെ 1-2 പേരുണ്ട്. ഓൺലൈൻ ഇന്റർവ്യൂ ആണ്. അപ്പം എന്നോട് ഞാൻ ചോദ്യം എന്റെ മനസ്സിലുണ്ട്, പലരും ചോദിക്കും, ഞാൻ അതിനെല്ലാം ആൻസർ പറയുന്നു. അവസാനം ഈ ഫാദർ എന്നോട് ചോദിച്ചു, ഇതേ ക്വസ്റ്റ്യൻ കർത്താവ് എന്റെ ഉള്ളത്തിൽ വന്ന അതേ ക്വസ്റ്റ്യൻ, ഹു ഇസ് യുവർ ഹസ്ബൻഡ് എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ധൈര്യത്തോടെ പറഞ്ഞു, ഹീസ് എ പാസ്റ്റർ എന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു, ഓക്കെ ഗുഡ് നൈസ് എന്ന് മാത്രം പറഞ്ഞു. അപ്പോഴേ ഞാൻ വിചാരിച്ചു ഈ ജോലി കിട്ടാൻ യാതൊരു സാധ്യതയും ഇല്ല. കാരണം അദ്ദേഹം ഒരു അച്ഛനാണ്, അവർക്ക് ഇഷ്ടമല്ല. കാരണം ഒരിക്കലും എനിക്ക് കിട്ടാൻ സാധ്യതയില്ല എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷെ ആ ജോലി തന്നെ എന്നെ വിളിച്ച് എനിക്ക് തരുവാനിടയായി. തൽക്കാലത്തേക്കായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ കോതമംഗലത്തിൽ കോളേജിൽ ബോട്ടണിയിൽ വർക്ക് ചെയ്യുന്നു. അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ടെമ്പററി ആയിട്ട് വർക്ക് ചെയ്യുന്നു. അവിടെയും കർത്താവ് ശ്രേഷ്ഠകരമായിട്ട് വഴി നടത്തുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളിലും കർത്താവ് കൂടെ ഇരുന്ന് ദൈവം വഴി നടത്തി. ആത്മഹത്യക്ക് ഒരുങ്ങിയ ദൈവം ആരെന്ന് അറിയാതിരുന്ന എന്നെ ദൈവം ആരെന്ന് കർത്താവ് വെളിപ്പെടുത്തി തരിക മാത്രമല്ല, കരം പിടിച്ച് ഓരോ സിറ്റുവേഷനിലും കരം പിടിച്ച് നടത്തി. ആ 4 വർഷം തീച്ചൂളിയുടെ അനുഭവത്തിൽ കൂടെ കടന്നു പോയപ്പോഴും കർത്താവ് കൂടെ ഇരുന്നു. കർത്താവിന്റെ ശബ്ദം ഭയങ്കരമായി കൂടിയിരുന്നു. അത് ആര് പറഞ്ഞാലും എഗൻസ്റ്റ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റാതെ വണ്ണം, ആർക്കും എനിക്കെതിരെ അഗൈൻസ്റ്റ് ആയിട്ട് പറയാൻ പറ്റാതെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസസും കർത്താവ് തന്ന. ഇപ്പൊ PhD ഞാൻ ചെയ്യുമ്പോൾ ഇപ്രകാരം ഒരു കാര്യം പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് വരണം. റിസൾട്ടിന്റെ വിത്ത് പ്രൂഫോട് കൂടി മാത്രമേ എന്തും പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലാതെ അവര് അംഗീകരിക്കില്ല.
അങ്ങനെ PhD ചെയ്തുവെങ്കിൽ ഞാൻ ചിന്തിക്കുവാണ്, യേശു ദൈവമുണ്ടോ എന്ന വിഷയത്തിൽ സത്യത്തിൽ PhD ചെയ്ത ആളാണ് ഞാനെന്ന് വേണമെങ്കിൽ ഞാൻ തന്നെ എന്നെ പറയാറുണ്ട്. കാരണം ടെസ്റ്റ് ചെയ്ത് യേശു ദൈവമാണ്, അല്ലെങ്കിൽ ദൈവമുണ്ടോ, യേശു ദൈവമാണോ എന്നുള്ള ടെസ്റ്റ് ചെയ്ത് എനിക്ക് പൂർണ്ണമായിട്ട് 100% വിശ്വസിക്കത്തക്ക തരത്തിലും ഓരോ തരത്തിലും ഓരോ പരീക്ഷണങ്ങൾ ചോദിച്ചാണ് യേശുവിനെ ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അപ്രകാരം വാസ്തവമായി ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്, വാസ്തവമായി വാസ്തവമായി അന്വേഷിക്കുന്നവർക്കൊക്കെയും വെളിപ്പെടുത്തി തരുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അത് കർത്താവ് യേശുക്രിസ്തു മാത്രമാണ്. ആ യേശുക്രിസ്തു മാത്രമാ സ്വർഗത്തിലേക്കുള്ള ഏക വഴി എന്ന് പൂർണ്ണമായും എനിക്ക് ബോധ്യമാണ്. കാരണം ഓരോ കാര്യങ്ങളിലും ഞാൻ അന്ന് ചിന്തിച്ചു, ചെറിയൊരു കാര്യത്തിന് മറുപടി തരാൻ കഴിയാത്ത ദൈവം എനിക്ക് എന്തിനാ എന്ന് ചോദിച്ചെങ്കിൽ, ചെറിയ കാര്യം മുതൽ, ചെറിയ നിസ്സാര കാര്യം മുതൽ ഞാൻ വിചാരിക്കും, 1 രൂപയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, 1000 രൂപ, 10,000 ലക്ഷക്കണക്കിന് രൂപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതൊക്കെയും വരുന്നത് കാണാൻ സ്വർഗം എന്നെ സഹായിച്ചു. ഒരു പ്രാവശ്യം എൻ്റെ ഒരു അനുഭവം ഇങ്ങനെയാ. എന്റെ പിതാവ്, ഞങ്ങൾ 1 വർഷം കഴിഞ്ഞു പിതാവും മാതാവരെല്ലാം വരാൻ തുടങ്ങി, കാര്യങ്ങളെല്ലാം ഓക്കെ ആയി പോയിക്കൊണ്ടിരുന്നു. ഒരു പ്രാവശ്യം എന്റെ പിതാവ് ഞങ്ങൾക്കൊരു ഷെയർ തരേണ്ടതിന് വേണ്ടി ഒരു 1,13,000 രൂപ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. കാരണം എന്തോ ലോണിന്റെ കാര്യം ചെയ്തിട്ട് ലാൻഡ് എനിക്ക് വേണ്ടി തരാൻ വേണ്ടിയായിരുന്നു. 1,13,000 രൂപ എന്റെ പിതാവിന് വേണ്ടി ഞങ്ങൾ എന്തോ റെന്റിന് വേണ്ടി മാറ്റി വെച്ചിരുന്ന പൈസ, ആ പൈസ എടുത്ത് എന്റെ പിതാവിന് കൊടുത്തു. 3 മാസം കഴിഞ്ഞ് തരാം എന്നാ പറഞ്ഞു. 3 മാസം കഴിഞ്ഞു എന്റെ പിതാവിന് തരാൻ പറ്റിയില്ല. 4 മാസമായി, 5 മാസമായി. അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് പൈസയുടെ ഈ പണത്തിന്റെ ആവശ്യകത വന്നു. കാരണം അത് ചർച്ചിന്റെ റെന്റിന് വേണ്ടി വെച്ചിരുന്ന പണമായിരുന്നു. അപ്പൊ എന്റെ ഹസ്ബൻഡ് ഒരു ദിവസം എന്നോട് പറഞ്ഞു, നമുക്ക് പണം കിട്ടിയില്ലല്ലോ, എന്ത് ചെയ്യും, അത്യാവശ്യമാണല്ലോ എന്ന് പറഞ്ഞു. അത്യാവശ്യമാണല്ലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ബൈക്ക് എടുത്തിട്ട് പുറത്തേക്ക് പോയി. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, വേറെ ആർക്കാണെങ്കിലും എനിക്ക് വിഷയമില്ല, എന്റെ പിതാവാ വാങ്ങിച്ചേക്കുന്നത്, വേറെ ആര് വാങ്ങിച്ചാലും എനിക്ക് വിഷയമില്ല, പക്ഷെ എന്റെ അച്ഛനാ വാങ്ങിച്ചേക്കുന്നത്. പക്ഷെ എന്റെ അച്ഛന് ഇപ്പൊ തരാൻ നിവർത്തിയില്ല. ഞാൻ ഇങ്ങനെ സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി ഇപ്രകാരം പറഞ്ഞു, യേശുവേ, എനിക്ക് ഒരു സ്വർഗത്തിലൊരു അപ്പനുണ്ട്, ആ അപ്പനെ നോക്കിയാ ഞാൻ ഇറങ്ങിയത്. എന്റെ ഭൂമിയിലെ അപ്പൻ എനിക്ക് തരാൻ പറ്റുന്നില്ല, പക്ഷെ എന്റെ സ്വർഗത്തിലെ അപ്പന് പറ്റും. സർവ്വ ഭണ്ഡാരത്തിന്റെയും സർവ്വ വെൽത്തിന്റെയും ഉടയവൻ കർത്താവാണ്. അങ്ങനെയെങ്കിൽ യേശു കർത്താവ് എന്റെ പിതാവിന് തരാൻ പറ്റും, എന്റെ സ്വർഗത്തിലെ പിതാവിന് എനിക്ക് തരാൻ പറ്റും. എന്റെ അടുക്കളയിലെ പണിയെല്ലാം ചെയ്യുന്നതിന് ഇടയ്ക്കാ ചിന്തിക്കുന്നത്, അങ്ങനെയെങ്കിൽ കർത്താവ് എനിക്ക് വേണ്ടി ഈ 1,13,000 രൂപ അങ്ങ് എനിക്ക് വേണ്ടി തരണം, വേറെ ആരും ഞങ്ങൾക്ക് തരാനില്ല, അങ്ങ് എനിക്ക് വേണ്ടി തരണം. കാരണം ഭൂമിയിലെ പിതാവിന് പറ്റില്ലെങ്കിൽ സ്വർഗത്തിലെ പിതാവിന് സാധ്യമാണ്. അങ്ങനെയെങ്കിൽ ഈ 1,00,000 മതി അന്നേരം. പക്ഷെ ഞാൻ ചോദിക്കുന്ന ഇപ്രകാരം, യേശുവേ, 1,13,000 രൂപ തന്നെ ഞങ്ങൾക്ക് വേണം കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ പണി ചെയ്യുന്നുണ്ട്, അടുക്കളയിലെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഹൃദയത്തിനകത്ത് നീ ചോദ്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, യേശുവേ അങ്ങ് തരണം, അങ്ങ് തരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേ നടക്കുക. ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്റെ ഹസ്ബൻഡ് തിരിച്ചു വന്നിട്ട് ചോദിച്ചു, നീ ആർക്കെങ്കിലും ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുത്തോ എന്ന് ചോദിച്ചിട്ടാ വരുന്നത്. ഞാൻ ചോദിച്ചു, എന്താ അങ്ങനെ പറഞ്ഞു? അന്ന് മൊബൈലിൽ വരുന്നതൊന്നുമില്ല, സിസ്റ്റം ഒന്നുമില്ല. അപ്പൊ പറഞ്ഞു, കുറച്ച് പൈസ ആരോ ബാങ്കിൽ ഇട്ടിട്ടുണ്ട്, ഞാൻ ആർക്കെങ്കിലും കൊടുക്കാനാണോ എന്ന് അറിയില്ല, ഇട്ടിട്ടുണ്ട്, വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസമായി പോയി നോക്കിയപ്പോൾ ഞാൻ ചോദിച്ചു, എത്ര രൂപയുണ്ടെന്ന് ചോദിച്ചപ്പോൾ 1,13,000 രൂപയുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അതെന്താ അങ്ങനെ വന്നേ? അപ്പം ആരിട്ടു എന്നറിയില്ല. 2 ദിവസം കഴിഞ്ഞപ്പം ഒരു സഹോദരൻ, USA ഒരു എന്റെ ഹസ്ബൻഡിന്റെ ഫ്രണ്ടാണ്, പാസ്റ്റർ അഖിലാസ്, അദ്ദേഹം വിളിക്കുവാണ്. അദ്ദേഹം പറയുവാണ്, അദ്ദേഹം ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അദ്ദേഹത്തോട് ഇപ്രകാരം പറഞ്ഞു, അദ്ദേഹത്തിന്റെ കയ്യിലുള്ള കുറച്ച് പണം എടുത്ത് എന്റെ ഹസ്ബൻഡിന്റെ ബാങ്ക് അക്കൗണ്ട് നമ്പറിലേക്ക് അയച്ചു കൊടുക്കാനായിട്ട് ഉള്ളത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടുത്തെ ഡോളർ മണി എടുത്ത് ഇങ്ങോട്ട് അയച്ചു വരുമ്പോൾ ആ ഡോളർ അവിടെ നിന്ന് ഇങ്ങ് മാറി റുപ്പീസ് ഇന്ത്യൻ മണി ആയിട്ട് മാറി വരുമ്പോൾ ഞാൻ യേശു കർത്താവിനോട് ചോദിക്കുന്ന 1,13,000 രൂപയായിരുന്നു ആ മണി. അങ്ങനെ 1 രൂപയ്ക്കും 1,13,000 രൂപയ്ക്കും ലക്ഷങ്ങൾക്ക് 2 ലക്ഷത്തിനും വേണ്ടി എല്ലാം പ്രാർത്ഥിച്ചിട്ടൊക്കെയും മറുപടി വന്ന അനുഭവം എന്റെ ജീവിതത്തിലുണ്ട്. അങ്ങനെ ഓരോ കാര്യത്തിലും അതുവരെ മറുപടി തരാതിരുന്നിടത്ത് മറുപടികൾ വരുന്നത് ഞാൻ കണ്ടു. എന്നാൽ ഞാൻ ഇപ്രകാരം ചിന്തിക്കുന്നത്, ഇസ്രായേൽ മക്കള് ചെങ്കടൽ കടന്നു കഴിഞ്ഞപ്പോൾ അവർ വിചാരിച്ചു കാണും അവരുടെ വിഷയങ്ങളെല്ലാം തീർന്നു, ഇനി സുഖകരമായിട്ടുള്ള ഒരു കനാൻ ജീവിതമായിരിക്കും അവർക്ക് മേബി അവർ ചിന്തിച്ചിരിക്കാം. ഞാനും ചിന്തിച്ചത് ഇതെല്ലാം കഴിഞ്ഞ് എന്റെ ഒരു വിടുതൽ, കല്യാണം കഴിഞ്ഞു, ആ വിടുതൽ വന്നു എന്നാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷെ പിന്നെയും പല സ്ട്രഗിൾസ് എന്റെ ജീവിതത്തിൽ കടന്നു വന്നു. ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്ന സ്ട്രഗിൾസ് ഇല്ലാത്തൊരു ജീവിതമല്ല. ഞാനിപ്പോ പറഞ്ഞതെല്ലാം എന്നെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്ത വലിയ വലിയ കാര്യങ്ങളാണ്. പക്ഷെ അതിന്റെ പിന്നിൽ ചെയ്ത സ്ട്രഗിൾസ് ധാരാളം ഒത്തിരി ഉണ്ട്. നമുക്കറിയാം, അബ്രഹാമിന് പ്രായം ചെന്നപ്പോൾ കുഞ്ഞിനെ കൊടുത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിന്റെ പിന്നിൽ അനേക സ്ട്രഗിൾസിൽ കൂടെ അബ്രഹാം കടന്നുപോയി. അതുപോലെ നമുക്ക് കർത്താവ് അനേക വലിയ കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നു ദൈവം. പക്ഷെ അതിന്റെ ഇടയിൽ നമുക്ക് സ്ട്രഗിൾസും കഷ്ടങ്ങളും ദുഃഖങ്ങളും ഞെരുക്കങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെയും കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തു തരുമ്പോൾ ഇതൊക്കെയും നമ്മൾ മറക്കുന്നു എന്നുള്ളതാണ്. അനേക സ്ട്രഗിൾസിൽ കൂടെയും കണ്ണുനീരിൽ കൂടെ എല്ലാം കർത്താവ് നടത്തി. പക്ഷെ അതിന്റെ നടുവിലും ദൈവ സാന്നിധ്യം കൂടെ ഇരുന്ന് വഴി നടത്തി എന്നുള്ളതാണ്. കർത്താവ്, ആ വിളിച്ച കർത്താവ്, കരം പിടിച്ച കർത്താവ്
കരം പിടിച്ച് തന്നെ നടത്തി. ഓരോ അവസരത്തിലും താഴ്ന്നു പോകുമെന്ന് തോന്നിയ അവസരത്തിലെല്ലാം കരം പിടിച്ച് ഓരോ വചനം തന്ന് ഓരോ കാര്യം പറഞ്ഞ് ബലപ്പെടുത്തി ദൈവം ഇതുവരെ നടത്തിക്കൊണ്ടിരിക്കുന്നു. മക്കൾ രണ്ടുപേരും, അവരെയും കർത്താവ് നടത്തുന്നു. ഹസ്ബൻഡ് ഇപ്പോ ഈ അടിമാലി സെക്ഷന്റെ പ്രസിഡന്റാണ്, അദ്ദേഹത്തെയും കർത്താവ് നടത്തുന്നു. അദ്ദേഹം ഒരു സുവിശേഷ ഒരു ഭയങ്കരമായിട്ട് സുവിശേഷത്തോടൊരു ഇതുള്ള വ്യക്തിയാണ്. എവിടെ പോയാലും സുവിശേഷം അറിയിക്കുക എന്നുള്ള അദ്ദേഹത്തിന് കൊടുത്തൊരു താലന്താണ്. അപ്രകാരം ശ്രേഷ്ഠകരമായിട്ട് സഭയെയും ഞങ്ങളെയും കർത്താവ് ശ്രേഷ്ഠകരമായിട്ട് വഴി നടത്തുന്നു. എന്റെ മാതാപിതാക്കളാരും യേശുവിൻ വിശ്വാസത്തില്ല, പക്ഷെ വേറെ കുഴപ്പമൊന്നുമില്ല, അവര് സന്തോഷമായി ഞങ്ങളോട് സഹകരിച്ചെല്ലാം ആയിരിക്കുന്നു. എല്ലാ തരത്തിലും കർത്താവ് ജയോത്സവമായിട്ട് വഴി നടത്തുന്നു. അത്ഭുതകരമാം വണ്ണം ഈ സ്ഥലത്തിന്റെ പൈസ എല്ലാം കൊടുക്കാൻ തക്കണം അത്ഭുതകരമാം വണ്ണം കർത്താവ് ഓരോ കാര്യത്തിലും വഴി നടത്തി ഇതുവരെയും പരിപാലിച്ചു കൊണ്ടുവരുന്നു. എന്നെ കേൾക്കുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, വാസ്തവമായി ജീവിക്കുന്ന ദൈവം, പ്രാർത്ഥന കേൾക്കുന്ന, മറുപടി തരുന്ന, വാസ്തവമായി ജീവിക്കുന്ന സത്യ ദൈവമായ യേശുക്രിസ്തു. യേശുക്രിസ്തു അല്ലാതെ ഒരു വഴി സ്വർഗത്തിലേക്കില്ല. ഈ ഒരു വഴി ഇല്ലാതെ മറ്റൊരു വഴി നമുക്ക് ഭാവിയില്ല. കർത്താവ് തന്നിരിക്കുന്ന ഒരേ ഒരു വഴി, ദൈവം തുറന്നിരിക്കുന്ന, സ്വർഗത്തിലേക്ക് തുറന്നിരിക്കുന്ന ഒരേ ഒരു വഴി യേശുക്രിസ്തു മാത്രമാണ്. അതിന്റെ സാക്ഷിയാണ് ഞാനും. ഇതുവരെയും കർത്താവ് ശ്രേഷ്ഠമായി നടത്തി കൊണ്ടുവന്നു, ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നെ കേട്ട പ്രിയ എല്ലാ പ്രേക്ഷകർക്കും നന്ദിയും വന്ദനവും അറിയിക്കുന്നു. ഞാൻ ഓർക്കുകയായിരുന്നു, തിരുവെഴുത്തുകളിൽ യേശുവുമായി സംഭാഷണത്തിൽ ഏർപ്പെട്ട ഒരു സഹോദരി, കനാന്യ സ്ത്രീ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അവളുടെ വിശ്വാസത്തെ യേശു പറയുന്നു. അവൾ യേശുവുമായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ അവളുടെ വലിയൊരു വിഷയമായിരുന്നു അവളുടെ മകളുടെ സൗഖ്യം. യേശു പറഞ്ഞു, ഈ സൗഖ്യം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദാനങ്ങൾ പുറത്തുള്ള ആർക്കും കൊടുക്കത്തില്ല, ഇത് അകത്തുള്ള അല്ലെങ്കിൽ വിശ്വാസികളായിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ എന്നുള്ള അർത്ഥത്തിൽ കർത്താവ് സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ ആ സഹോദരി പറയുന്നൊരു കാര്യമുണ്ട്. നായ്ക്കുട്ടികൾ മേശപ്പുറത്ത് നിന്ന് വീഴുന്നത് ഭക്ഷിക്കുന്നു എന്ന്. അപ്പോൾ കർത്താവ് അവളോട് പറയുകയാണ്, നിൻ്റെ വിശ്വാസം വലിയത് എന്ന് പറഞ്ഞ് അവളുടെ മകളെ കർത്താവ് സൗഖ്യമാക്കുവാൻ തക്കവണ്ണം ഇടയായി. ആ ഒരു രംഗം നമുക്ക് എല്ലാവർക്കും തിരുവെഴുത്തുകൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, കർത്താവിൻ്റെ ദാസി ധന്യ സിസ്റ്റർ ഒരിക്കലും ഇന്ന് പറഞ്ഞ ഈ സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം ഒരു നിലയിലുള്ള ഒരു അനുഭവത്തിലൂടെ കടന്നു വരുവാൻ തക്കവണ്ണം ജീവിതത്തിൻ്റെ തിരിഞ്ഞു നോക്കുമ്പോൾ ഉള്ള ഒരു സാഹചര്യം ആയിരുന്നില്ല. എന്നാൽ ചില തീരുമാനങ്ങൾ എടുത്തു. ഒരു സന്ദർഭത്തിൽ ജീവിതത്തിൻ്റെ ആരംഭ കാലയളവിൽ ജീവിതത്തിൽ അനേക ദൈവങ്ങളുടെ കൂട്ടത്തിൽ ഒരു ദൈവമായിട്ട് മാത്രമാണ് ക്രിസ്തീയ വിശ്വാസത്തെ കണ്ടിരുന്നത്, അല്ലെങ്കിൽ യേശുവിനെ കണ്ടിരുന്നത്. അങ്ങനെ പലരോടും തർക്കിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്ത് സമയങ്ങൾ പോയിട്ടുണ്ട്. എന്നാൽ ഇത് ശരിയാണോ എന്ന് ദൈവവുമായിട്ട് ഒരു ചോദ്യം ചോദിക്കുന്ന ആ ഒരു രംഗത്തിലേക്ക് ജീവിതം കടന്നു വരുന്നു. സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, ജീവനുള്ളൊരു ദൈവം ഉണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ച് ഇനി ജീവിക്കണ്ട, മരിച്ചാൽ മതി എന്ന് വിചാരിച്ച് ആത്മഹത്യ ചെയ്യുവാൻ തീരുമാനിച്ചു. ആത്മഹത്യയിൽ നിന്ന് പിന്മാറുന്ന രംഗങ്ങൾ, ഇങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ, സങ്കീർണമായ സാഹചര്യങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ പല പ്രിയപ്പെട്ടവരും പല സന്ദർഭങ്ങളിലായി സുവിശേഷത്തിൻ്റെ വിത്തുകൾ വിതച്ചു. എന്നാൽ ആ വിതച്ച വചനം ഒന്നും നഷ്ടപ്പെട്ടു പോയില്ല. തക്ക സമയമായപ്പോൾ സ്വർഗത്തിലെ ദൈവം മഞ്ഞും മഴയും അയച്ച് അതിനെ വളർത്തി വലുതാക്കുവാൻ ഇടയായിത്തീർന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാക്ഷ്യമെന്ന് പറയാൻ ഇടയായിത്തീർന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആകാശത്ത് നിന്ന് ഒരു തുള്ളി വെള്ളം വീഴുക എന്ന് പറയുന്നത് അതിനത്ര വലിയ കാര്യമാണ്. അത് വലിയ കാര്യം തന്നെ, അത് നിസ്സാര കാര്യമല്ല. ഒരു തുള്ളി വെള്ളം വീഴണമെങ്കിൽ സ്വർഗത്തിലെ ദൈവം അനുവദിക്കണം. ആ വെള്ളം വീഴാതെ അതിനെ നിർത്തണമെങ്കിലും അത് ദൈവം അനുവദിക്കണം. ദൈവത്തിന് മാത്രമേ ആകാശത്തിൻ്റെ വാതിൽ തുറക്കുവാനും അടയ്ക്കുവാനും കഴിയുകയുള്ളൂ. ഞാൻ ഓർക്കുകയായിരുന്നു, പ്രിയ സഹോദരി ദൈവസന്നിധിയിൽ ദൈവത്തോട് ചോദിക്കുക, ഈ മഴയൊന്ന് നിർത്താമോ? ഉടൻ തന്നെ മഴ നിർത്തി.
അത് മനസ്സിൽ ചിന്തിച്ചതേ ഉള്ളൂ. ഈ മഴയൊന്ന് പെയ്യാമോ? ഉടൻ തന്നെ മഴ പെയ്യുന്നു. ഈ രംഗങ്ങളൊക്കെ ഇന്ന് സംഭവിക്കുന്ന കാര്യമാണ്. ഇത് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പല സംഭവങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യോശുവയുടെ കാലത്തും ഏലിയാവിൻ്റെ കാലത്തുമൊക്കെ പ്രവാചകന്മാർ ഇതുപോലെ പ്രകൃതിയോട് സംസാരിച്ചു. ദൈവം അതുപോലെ അവർക്ക് വേണ്ടി ആ പ്രകൃതിയെ നിർത്തൽ ചെയ്യുവാൻ, അവർക്ക് അനുകൂലമാക്കി തീർക്കുവാനിടയായി തീർന്നു. ഇന്നും ദൈവം തന്നോട് സംസാരിക്കുന്ന തൻ്റെ ജനത്തിനു വേണ്ടി, കാരണം ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചില ആഗ്രഹങ്ങളൊക്കെ നമ്മൾ സാധിപ്പിച്ചു കൊടുക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ബന്ധം നഷ്ടപ്പെട്ടു പോകാതെ ആ ബന്ധം ഊട്ടി ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ പല ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ സാധിപ്പിച്ചു കൊടുക്കുന്നത്. ചിലപ്പോഴൊക്കെ നമ്മൾ നിർബന്ധം പിടിക്കുമ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, ദൈവത്തിന് കഴിയാഞ്ഞിട്ടോ അല്ലെങ്കിൽ ചെയ്യാൻ കഴിയാതിരിക്കുന്നതുമായ ഒരു കാര്യമല്ല, അല്ലെങ്കിൽ നമ്മുടെ നിർബന്ധത്തിന് വഴങ്ങുന്നതുമല്ല. പകരം ദൈവം ആഗ്രഹിക്കുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, കർത്താവിങ്കിലേക്ക് നാം വരേണം. നാം നഷ്ടപ്പെട്ടു പോകരുത്, നാം നശിച്ചു പോകരുത്, നാം ആത്മഹത്യ ചെയ്ത് മരണത്തിലേക്ക് വലിച്ചഴിക്കപ്പെട്ട് നരകത്തിലേക്ക് നാം പോകരുത്. അവിടെ ഞാൻ ശ്രദ്ധിച്ചു, ആത്മഹത്യ ചെയ്യുന്ന വ്യക്തി നരകത്തിൽ പോകും എന്നുള്ള ഒരു ചിന്ത എന്നോ ആരോ ഉള്ളിൽ പറഞ്ഞ ആ ഒരു വചനം ആത്മഹത്യ ചെയ്യാൻ നേരം ഹൃദയത്തിലേക്ക് ഓടി വന്നു. ആ ഒരു വചനമാണ് ആ ആത്മഹത്യയിൽ നിന്ന് പിന്മാറുവാൻ പ്രേരിപ്പിച്ചത്. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാവേ, ഇതിനോടകം എത്രയോ സന്ദർഭങ്ങൾ പരസ്യയോഗങ്ങളിലൂടെയും സുവിശേഷ പ്രതികളിലൂടെയും മാധ്യമങ്ങളിലൂടെയും ഒക്കെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട്, ഞങ്ങളെ കേൾക്കുന്ന പ്രേക്ഷകരോട് ദൈവം സംസാരിച്ചിട്ടുണ്ടെന്നറിയാമോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാ മനുഷ്യരോടും, ഭൂമിയിലുള്ള സകല മനുഷ്യരോടും ഓരോ സന്ദർഭങ്ങളിലൂടെ ദൈവത്തിൻ്റെ വചനത്തിലൂടെ പ്രകൃതിയിലൂടെയൊക്കെ ഇടപെടുവാൻ ഇടയായിത്തീരും. ദൈവം നമ്മോട് ഇടപെടുന്ന ആ അനുഭവങ്ങൾ നാം തിരിച്ചറിയുവാൻ ഒരുപക്ഷെങ്കിൽ ചില സമയങ്ങൾ കാത്തിരിക്കേണ്ടി വരും. വാത്സല്യ സഹോദരിയുടെ ജീവിതത്തിൽ ചില അനുഭവങ്ങളിലൂടെ താൻ കടന്നു പോയി കഴിഞ്ഞപ്പോൾ സത്യദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞു. ആ സത്യദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാനിടയായി തീർന്നപ്പോൾ സ്വന്തം കുടുംബത്തിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, ചർച്ചക്കാരിൽ നിന്ന്, പ്രിയപ്പെട്ടവരിൽ നിന്നൊക്കെ ഒറ്റപ്പെടലിൻ്റെ അനുഭവങ്ങൾ നേരിടുവാനിടയായി തീർന്നു. പക്ഷേ ആരെല്ലാം ഒറ്റപ്പെടുത്തിയാലും ആരെല്ലാം ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത, കൈവിടാത്ത ഒരു കർത്താവ് കൂടെയുണ്ട് എന്ന് മനസ്സിലായി. വാത്സല്യ സഹോദരി ഒരു തീരുമാനമെടുത്തത് ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ യേശുവിനെ സ്വീകരിക്കണമോ എൻ്റെ പേരൻസിനെ സ്വീകരിക്കണമോ? എന്നെ വളരെ സ്പർശിക്കുവാനിടയായി തീർന്ന ആ വാക്കുകൾ തൻ്റെ മാതാപിതാക്കന്മാർ പറഞ്ഞതാ. നീ യേശുവിനെ സ്വീകരിക്കുകയാണെങ്കിൽ ഞങ്ങളെ ഉപേക്ഷിച്ചേരെ, നീ യേശുവിനെ വിടുകയാണെങ്കിൽ ഞങ്ങൾ നിൻ്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരു നിമിഷം ആലോചിച്ചു, ഞാൻ എൻ്റെ മാതാപിതാക്കന്മാരെ സ്നേഹിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ യേശുവിനെ എന്നേക്കുവാൻ നഷ്ടപ്പെടുത്തും. എന്നാൽ ഞാൻ എൻ്റെ യേശുവിനെ സ്വീകരിക്കുകയാണെങ്കിൽ യേശു എൻ്റെ മാതാപിതാക്കന്മാരെയും എനിക്ക് തരും എന്നുള്ള ഒരു ഉറച്ച തീരുമാനവും വിശ്വാസവും തൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. താൻ അങ്ങനെ യേശുവിനെ സ്വീകരിക്കുവാൻ ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ, ഇന്ന് അതുകൊണ്ട് ആ കുടുംബാംഗങ്ങളും പ്രിയപ്പെട്ടവരും ഒക്കെ ആമേനെ പൂർണ്ണമായിട്ടല്ലെങ്കിൽ പോലും ഭാഗികമായിട്ടാണെങ്കിലും സന്തോഷത്തോടെ ഇന്ന് ആയിരിക്കുന്നു എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. സഹോദരങ്ങളെയും കുടുംബത്തെയും പ്രിയപ്പെട്ടവരെയും സമൂഹത്തെയും ഒക്കെ സ്നേഹിക്കുന്ന സ്നേഹവാനായ ഒരു ദൈവം ഇന്നും നമുക്കുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം. വാത്സല്യ സഹോദരിയുടെ സാക്ഷ്യം അനേക പ്രിയപ്പെട്ടവർ കേട്ട് അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങൾ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകരുത്. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരട്ടെ. തീർച്ചയായിട്ടും ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ചില പരിശോധനകളും പരീക്ഷണങ്ങളും ഒക്കെ നടത്തി അത് നമ്മുടെ ജീവിതത്തിൽ സക്സസ് ആയി, അത് ശരിയാണെന്ന് ബോധ്യം വന്നിട്ടും പ്രിയ സഹോദരി സമയങ്ങൾ മാറ്റിവെച്ചു. പക്ഷെ പിന്നത്തേതിൽ താൻ
ദൈവസന്നിധിയിലെടുത്ത ചില തീരുമാനങ്ങൾ അത് വിട്ടുമാറാതെ ദൈവസന്നിധിയിൽ ഉറച്ച ഒരു തീരുമാനത്തിലേക്ക് വരുവാൻ തക്കവണ്ണം ദൈവം അതിന് വഴി ഒരുക്കി എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇന്ന് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഈ കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട ദൈവസനിലായിരിക്കുമ്പോൾ ഈ സാക്ഷ്യം അനേക പ്രിയപ്പെട്ടവരെ സ്വാധീനിക്കുവാനിടയായി തീർന്നതുപോലെ നിങ്ങളെയും കർത്താവ് ആമേനെ സ്നേഹിക്കുന്നു എന്നുള്ള സദ്വർത്തമാനം ഈ തരുണത്തിൽ ഞങ്ങൾ ഓർപ്പിക്കുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. കർത്താവെ, ഞാൻ എൻ്റെ ജീവിതത്തെ, എൻ്റെ ഓരോ അനുഭവങ്ങളെ കർത്താവെ അങ്ങേക്ക് പ്രസാദകരമായി തീരേണ്ടതിന് ഞാൻ എന്നെ സമ്പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്കൊരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. നാം ഹൃദയങ്ങളെ ഏകാഗ്രമാക്കി ദൈവത്തിൻ്റെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസി ഈ സമയത്ത് അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ആമേൻ ചുരുക്കം വാചകങ്ങൾ പ്രാർത്ഥിക്കുവാൻ കൂടിയായിത്തീരും. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, സ്വർഗത്തിലെ നല്ല പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നപ്പ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അപ്പ പിതാവെ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയെ അടുത്തു വരുന്നു കർത്താവെ. അരോമ ടിവിയോട് അനുബന്ധിച്ച് കർത്താവെ, പ്രിയ പാസ്റ്ററോട് അനുബന്ധിച്ച് ഞങ്ങൾ അടുത്തു വരുന്നു കർത്താവെ. ഞങ്ങൾ ഈ കേൾക്കുന്ന എല്ലാ പ്രേക്ഷകരെയും ദൈവമേ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എന്റെ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ വലുതാണ് കർത്താവെ. അതൊക്കെയും ഞങ്ങൾക്ക് അത്ഭുതമാണ് കർത്താവെ. അതൊക്കെയും കർത്താവെ ഞങ്ങൾക്ക് വലിയതാണ് കർത്താവെ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഇരകളാകുന്ന ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ചെയ്ത എല്ലാത്തിനും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഇത് കേൾക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും കർത്താവിന്റെ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇത് കേൾക്കുന്ന ആരെങ്കിലും കർത്താവ് ആത്മഹത്യയുടെ വക്കിലുണ്ടെങ്കിൽ കർത്താവ് അവരോട് ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആരെങ്കിലും കർത്താവെ ദുഃഖത്തിൽ ഞെരുക്കത്തിലായിട്ടുണ്ടെങ്കിൽ കർത്താവ് അവരോട് അങ്ങ് ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വാസ്തവമായി ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്, വാസ്തവമായും സമാധാനം നൽകുന്ന ഒരു ദൈവമുണ്ടെന്ന്, സന്തോഷം നൽകുന്ന ഒരു ദൈവമുണ്ടെന്ന്, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് അവരും അറിയുവാൻ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവം ആരെങ്കിലും യേശുവിനെ അറിഞ്ഞിട്ട് കർത്താവെ ഇറങ്ങാൻ മടി കാണിച്ചിരിക്കുന്നുവെങ്കിൽ അവരോടും കർത്താവ് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എന്റെ ദൈവം വിശ്വസ്തനാണെന്ന്, വാക്ക് പറഞ്ഞാൽ മാറില്ലെന്ന് കർത്താവെ ആ ഉറപ്പ് അവർക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇത് കാണുന്ന ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. അവർ ഭാരപ്പെടുന്ന ഭാരങ്ങളിൽ നിന്നൊക്കെയും കർത്താവ് വിടുവിക്കണമെന്ന് അവർക്ക് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങ് അവരുടെ ഭാരങ്ങളെയൊക്കെ എടുത്തു മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ പ്രിയ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അരോമ ടിവിയുടെ പാസ്റ്ററുടെ എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മുഴുവൻ മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു കർത്താവെ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന എല്ലാ എന്റെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിച്ചു തരുന്നു എന്റെ കർത്താവെ. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദിയോടെ സ്തോത്രം. എവരെയും കർത്താവ് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ദൈവമേ സ്തോത്രം. അങ്ങ് പ്രാർത്ഥന കേട്ടതിൽ നന്ദി പറയുന്നു. എല്ലാം യേശുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ ദാസി. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നതിന് സമയം വേർതിരിച്ചതിന് കർത്താവിൻ്റെ ദാസിയുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായി കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബമായി ശുശ്രൂഷയിൽ കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ ദൈവം ശക്തമായി ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹം ഞങ്ങൾ അറിയിക്കുന്നു. ഈ സാക്ഷ്യം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാനിടയായിത്തീരും. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. മാത്രമല്ല, നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ വിവരം ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. അടുത്ത അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.